എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. സംസാരസാഗര സമുദ്ധരണൈകമന്ത്രം ബ്രഹ്മാദിയോഗി മുനി പൂജിത സിദ്ധമന്ത്രം ദാരിദ്ര്യ ദുഃഖ ഭവശോകവിനാശമന്ത്രം വന്ദേ മഹാഭയഹരം രഘുനാമമന്ത്രം. യത്ര യത്ര രഘുനാമകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഓം ശ്രീ വാത്മീകി മഹർഷയേ നമഃ. പ്രിയ ഗുരുനാഥന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ആരാധ്യനായ നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സുഗതൻ സാർ, സമാരാധ്യനായ ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ സെക്രട്ടറി കാർത്തികേയൻ സാർ, അതുപോലെ ഇവിടെ എല്ലാ സന്നിഹിതരായിരിക്കുന്ന സംഘടനാ സാരഥികൾക്കും വനിതാ സംഘം പ്രവർത്തകർക്കും അതുപോലെ ഈ ക്ഷേത്രത്തിലെ വൈദിക ശ്രേഷ്ഠന്മാർക്കും ഏവർക്കും സർവോപരി ഭഗവാന്റെ നാമത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ ആത്മമിത്രങ്ങൾക്കും തൃപാദങ്ങളുടെ നാമത്തിൽ ആമുഖമായി പ്രണാമം അർപ്പിക്കുകയാണ്. ജ്ഞാനച്ചെന്തിയെഴുപ്പി തെളുതെളി വിലസും ചില്ലിവല്ലിക്കൊടിക്കുൾ മൗനപ്പൂന്തിങ്കളുള്ളോടൊരുകും അമൃതൊഴുക്കൊണ്ടിരുന്നുള്ളലിഞ്ഞും ഞാനും നീയും ഞെരുക്കെ കലരുവതിനരുൾ തന്മയാം നിന്നടിത്താർ തേനുൾ തൂകുന്ന മുത്തുക്കുടമടിയനടക്കിടുമച്ചിത് കൊഴുന്തേ. ഹര ഹരോ ഹര ഹര ബാലസുബ്രഹ്മണ്യ സ്വാമിക്കര ഹരോ ഹര ഹര വേലായുധ സ്വാമിക്കര ഹരോ ഹര ഹര. വളരെ സന്തോഷപൂർണമായ രാമായണ മാസ ആചരണം നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും എനിക്കിപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം, പക്ഷെ എനിക്കെന്തോ ആരുടെയും മുഖം കുറച്ച് പേരുടെ ഫ്രണ്ടിൽ നിന്ന് കാണാം. എന്നാലും വേണ്ടിയില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് എല്ലാവരുടെയും മുഖങ്ങളൊക്കെ കാണാനാവും. എന്തായാലും ഭഗവാന്റെ ഈ ദിവ്യ സന്നിധിയിൽ വരാനും അതുപോലെ നിങ്ങളോട് സംവദിക്കാനും ഇങ്ങനെ ഒരു അനുഗ്രഹം തന്ന ഇവിടുത്തെ എല്ലാ നന്മ നിറഞ്ഞ സംഘടനാ സാരഥികൾക്കും അതുപോലെ എൻ്റെ ആത്മമിത്രങ്ങൾക്കും തൃപാദങ്ങളുടെ നാമത്തിൽ
ആദരവോടെ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ സംസ്കാരം, ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ സംസ്കാരം, വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ സംസ്കാരം ഒക്കെ നമുക്ക് മനസ്സിലാകണം എന്നത് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാം എന്ന് നമ്മളുടെ ഗുരുകാരണവന്മാര്, നമ്മുടെ അപ്പൂപ്പൻ അല്ലെ, മുത്തശ്ശന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എവിടെ ചെന്നായിരിക്കാം, നമുക്കൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഏത് മുറിയിൽ ചെല്ലുമ്പോൾ ആ ഒരു മുറി കണ്ടാൽ മതി, അവിടുത്തെ ആ ആൾക്കാരുടെ സംസ്കാരം അത് വിളിച്ചോതും എന്നാ പറയണത്. അത് ഏത് മുറിയായിരിക്കും? അടുക്കളയാണെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ പറയാം, അടുക്കള കണ്ടാലേ നമുക്ക് ആ വീട്ടിലുള്ള ആൾക്കാരെ അറിയാം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു നാടിന്റെ സംസ്കാരം, അവിടെ ഓരോരുത്തരെയും നമ്മൾ വിളിച്ച് അത് പോയി ഓരോ വീട്ടിലും പോയി നോക്കേണ്ട ആവശ്യമില്ല. എവിടെ പോയാ മതി? അവിടെ നമ്മുടെ ആ പ്രദേശത്തിന്റെ ക്ഷേത്രത്തില് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളും അവിടെ നടക്കുന്ന സത്സംഗങ്ങളും നമ്മൾക്ക് കണ്ടാലേ, ആ ക്ഷേത്രത്തിന്റെ പുരോഗതി നമുക്ക് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാം ആ ക്ഷേത്രത്തിന്റെ സംസ്കാരം, അവിടെ സംസ്കാര ഉദ്ധാരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ കുട്ടിക്കും ആ ഒരു സംസ്കാര സമ്പന്നത അവരിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായും പോണേക്കരയ്ക്ക് ആ സംസ്കാര, പിന്നെയും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെയും ഒന്ന് കാണണം എല്ലാവരെയും. അങ്ങനെ വീണ്ടും എനിക്ക് ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടായിരിക്കുകയാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോ നമ്മൾ രാമായണ മാസത്തില് രാമായണത്തെ കുറിച്ചാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സനാതന ധർമ്മശാസ്ത്ര ഗ്രന്ഥ ശ്രേണി എടുത്ത് പരിശോധിച്ചാലേ വേദങ്ങൾ മുതൽ ഇതിഹാസം വരെ നീണ്ടു കിടക്കുന്ന അസംഖ്യം ആത്മീയ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന തരത്തില് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രത്നാകരന്റെ കാവ്യരത്നാകരമാണ് എന്ത്? രാമായണം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് രാമായണം. ഈ രാമായണം ഒരു മതഗ്രന്ഥമല്ല, അത് ഒരു ധർമ്മശാസ്ത്രമാണ്. ധാർമ്മിക ജീവിതത്തിൽ ഊന്നി എങ്ങനെ നമുക്ക് വളരെ വ്യക്തമായും സന്തോഷകരമായും ആനന്ദപ്രദമായും അർത്ഥവത്തായും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന, ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒരു അറിവിന്റെ അക്ഷയ ഖനിയാണ് ഈ പറയുന്ന രാമായണം. ഈ രാമായണം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് എങ്ങനെ ജീവിച്ച് കാണിക്കുന്നു, അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് രാമായണം പകർന്നു തരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രാമായണം എത്ര കേട്ടാലും മതി വരില്ല, അല്ലേ? മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം, എത്ര കേട്ടാലും മതി വരില്ല. നമ്മുടെ വൈദേശികരും വിദേശികളുമൊക്കെ ഭക്ഷണത്തിന് വേണ്ടി കാട്ടിലലഞ്ഞ ഒരു കാലഘട്ടത്ത് നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ജനന മരണത്തിന്റെ രഹസ്യം അന്വേഷിച്ച്, ജീവിതത്തിന്റെ അർത്ഥതലം അന്വേഷിച്ച് അവർ അതിനെ കണ്ടെത്തുകയും സാക്ഷാത്കരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആധുനിക വിദ്യാഭ്യാസം പോലും സംസ്കാര സമ്പാദനത്തിന് പകരം പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യവുമായി മാറിയപ്പോൾ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ജീവിതം സങ്കീർണമാവുകയാണ് ഉണ്ടായത്. ഈ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തില് ജീവിക്കാൻ പാടുപെടുന്ന മനുഷ്യ സമൂഹത്തിന് മുന്നിൽ രാമായണം അവതരിക്കുകയാണ് ഉണ്ടായത്. രാമായണം അവതരിക്കുകയാണ് ആ സമയത്തുണ്ടായത്. എങ്ങനെയാണ് ധാർമ്മികമായി ഈ ഏതു പ്രതിസന്ധിയിലും ധാർമ്മികമായി എങ്ങനെ ജീവിക്കാം, അല്ലേ? അല്ലാതെയും ജീവിക്കാം, അല്ലേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ
ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് വെച്ചാല് വളരെ പ്രയാസകരമൊന്നുമല്ല. അത് വളരെ അർത്ഥവത്തായ രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാമെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജീവിച്ച് അവതരിച്ച് ജീവിച്ച് നമുക്ക് കാട്ടിത്തരികയാണ് രാമായണത്തിലൂടെ ഉണ്ടായത്. അങ്ങനെ ഈ രാമായണത്തില് ഭഗവാൻ ശ്രീരാമചന്ദ്രനും, രാമായണം എന്ന് പറഞ്ഞാൽ എന്താണ്? രാമന്റെ അയനം മാത്രമല്ല, രമയുടെ അയനം കൂടിയാണ്, സീതയുടെയും കൂടി യാത്രയാണിത്. അപ്പൊ ഈ രാമായണം രാമനും സീതയും കൂടി യാത്ര ചെയ്തതാ കാണിച്ചു തരികയാണ്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ വളരെയധികം ചിരിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്രയെ മുന്നോട്ട് അവിടെ കൊണ്ട് എത്തിക്കാമെന്ന് ഗുരുവിന്റെ ആ ഉപദേശപ്രകാരമൊക്കെ ശ്രീരാമചന്ദ്രൻ മനുഷ്യനായിട്ട് അവതരിച്ച് ഭഗവാൻ രാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തരികയാണ് ഉണ്ടായത്. നമുക്ക് പരിചിതമല്ലാത്ത ഒരു വഴിയിലൂടെ നമുക്ക് പോകുമ്പോൾ നമ്മൾക്ക് മുൻപേ ആ വഴി കൂടി നടന്നുപോയ ഒരാള് നമുക്കൊരു മാതൃകയായിട്ടുണ്ടെങ്കിൽ, അല്ലേ? ഇപ്പൊ നമ്മളിവിടെ സംഘടന ആരംഭിക്കുമ്പോൾ പുതിയ ആൾക്കാർക്ക് ആരായിരിക്കും മാതൃകയാവണത്? പഴയ ആൾക്കാരാണ്, അല്ലേ? അവര് മാതൃക. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ അവര് നമ്മൾക്ക് കാണിച്ചു തന്ന ഈ പുതിയ ആൾക്കാർക്ക് വളരെ സുഖാണ്. അവര് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി. അപ്പൊ അവരെ മാതൃകയാക്കുകയോ ആ പാത പിന്തുടരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്ര വളരെ സുഗമമായിട്ട് കൊണ്ടുപോകാം. അപ്പോ ഈ രാമായണം എന്ന് പറയുമ്പോ അതുപോലെ തന്നെയാണ് ഈ നമ്മളുടെ രത്നാകര മഹർഷി, അല്ലേ? അങ്ങോര് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, വാത്മീകി മഹർഷി എങ്ങനെയാണ് അങ്ങോരൊരു കാട്ടാളനായിരുന്നു എന്നൊക്കെ കുട്ടികളൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. ആ കാട്ടാളനിൽ നിന്ന് എങ്ങനെയാണ് വാത്മീകി മഹർഷി ആയത് എന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, അല്ലേ? എങ്ങനെയാണ്? മൃഗം നന്നായാൽ മനുഷ്യനാകും എന്നാ പറയണം. മനുഷ്യൻ നന്നായാൽ ദേവനാകും. അപ്പൊ മനുഷ്യന് നന്നാകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ആ ജ്ഞാനത്തിലൂടെ കാട്ടാളനായ, അല്ലെ, പിടിച്ചുപറിക്കാരനായ രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടാളൻ ആരായി മാറി? വാത്മീകി മഹർഷിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോ നമ്മൾ ചിന്തിക്കുമ്പോ ഇത്രയും ശാസ്ത്ര ഗ്രന്ഥങ്ങള്, മഹത്തരമായിട്ടുള്ള സനാതന ധർമ്മത്തിലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ രാമായണത്തിന് ഇത്രമാത്രം സ്വാധീനം കിട്ടിയേക്കുന്നത് എന്ന് വെച്ചാൽ വളരെ അത്ഭുതമായിട്ട് തോന്നും. കാരണം ഈ രാമായണം നമ്മുടെ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ തന്നെ ഒത്തിരി രാമായണങ്ങളുണ്ട്. വാത്മീകി മഹർഷി രാമായണം മൂലം രചിച്ചു. അതിനുശേഷം 2 രാമായണം കൂടി രചിക്കുകയുണ്ടായി. അതൊന്ന് ആനന്ദ രാമായണവും അദ്ഭുത രാമായണവുമാണ്. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് മറ്റ് പണ്ഡിതന്മാരെല്ലാവരും ഓരോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ഭാവനയിലെ രാമായണ കഥകൾ രചിക്കുകയാണ് ഉണ്ടായത്. തത്വം ഒന്നാണ്, പക്ഷെ കഥകളൊക്കെ പല പല തരത്തിലായി മാറി. അപ്പോ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല. ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പക്ഷെ ഇവര് ട്രാൻസ്ക്രിയേഷനാണ് ചെയ്തിരിക്കുന്നത്. അവര് വേറൊരു രാമായണം ഇതിനെ ആസ്പദമാക്കി അവരുടെ ഭാവനയിൽ രചിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കഥകൾക്കൊക്കെ പല പല വ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഈ രാമായണത്തിന് ഇത്രമാത്രം പ്രത്യേകത വരാൻ കാരണം എന്താണ് എന്ന് വെച്ചാലേ, ഒരിക്കല് വൈകുണ്ഠത്തില് ശ്രീമൻ നാരായണ സ്വാമി മഹാവിഷ്ണു ഭഗവാന്റെ പാദത്തില്, ഭഗവാൻ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പോ ഭഗവാന്റെ പാദത്തില് അവിടെയാണ് വേദങ്ങളുടെ സ്ഥാനം. അങ്ങനെ ഈ വേദങ്ങള് ഭഗവാന്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കും, ഭഗവാനെ, അവിടുന്ന് ത്രേതായുഗത്തില് ഭഗവാൻ ശ്രീരാമചന്ദ്രനായി ദശരഥ പുത്രനായിട്ട് അവതരിക്കുമെന്ന് കേട്ടുവല്ലോ. അപ്പോ ഞങ്ങളുടെ സ്ഥാനം എന്തായിരിക്കും എന്ന് വേദങ്ങള് ചോദിക്കും. അപ്പോ ഭഗവാൻ പറഞ്ഞു, ഓ, നിങ്ങൾ അറിഞ്ഞോ ഞാൻ രാമനായിട്ട് അവതരിക്കും എന്ന് അറിഞ്ഞോ? ഉവ്വ്, അറിഞ്ഞു. അപ്പോ ഞങ്ങൾ എന്തായിരിക്കും ആണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പോ ഭഗവാൻ പറയും, ഞാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിക്കുമ്പോൾ
നിങ്ങൾ രാമായണമായിട്ട് അവതരിക്കും. കേട്ടോ, അപ്പോൾ ഈ വേദങ്ങളാണ് രാമായണമായിട്ട് അവതരിച്ചിരിക്കുന്നത്. ഈ രാമായണം എന്ന് പറഞ്ഞാൽ വേദാന്ത സാര സംഗ്രഹം തന്നെയാണ്. വേദമാണ് മുഴുവനും, വേദങ്ങൾ തന്നെയാണ്. വേദത്തിന്റെ സാര സംഗ്രഹം തന്നെയാണ് രാമായണം. അപ്പൊ ഈ വേദം എന്ന് വെച്ചാൽ എന്താണ്? വേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന് പറഞ്ഞ ശബ്ദമുണ്ടായേക്കുന്നത്. വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. അറിവെന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്, പ്രകാശിക്കുക എന്ന് കൂടി ഒരു അർത്ഥമുണ്ട്. അപ്പോൾ അറിവിൽ പ്രകാശിക്കുന്നതാണ് വേദങ്ങൾ. ഈ വേദങ്ങള് രാമായണമായിട്ട് അവതരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാം അല്ലേ? ഈ വേദം ത്തിന് വേറൊരു പേര് കൂടി പറയും, ശ്രുതി എന്നും കൂടി പറയും. ശ്രുതി എന്ന് പറഞ്ഞാല് കേട്ടത് അല്ലേ? ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടതാണ്. ആര് കേട്ടത്? ഈ രഹസ്യം അന്വേഷിച്ച് അല്ലേ നമ്മളുടെ മഹർഷീശ്വരന്മാരൊക്കെ ഈ ആപ്പിള് വീണ് മൂക്കില് വീണ് അല്ലേ, അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ആപ്പിളും തേങ്ങയും അല്ലെ ചക്കയൊക്കെ വീണിട്ട് നമ്മളൊന്നും അന്വേഷിച്ചു പോയില്ല. പക്ഷെ ആരാണ്? ഐസക് ന്യൂട്ടൻ അല്ലേ? അല്ലെങ്കിൽ ഐൻസ്റ്റീൻ ആണോ? ന്യൂട്ടൺ ആണ് ആപ്പിള് വീണത്, അതെന്താണെന്ന് അന്വേഷിച്ചത്. ഇതുപോലെ ഈ നമ്മൾക്ക് ആകാശം കണ്ടിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഋഷീശ്വരന്മാര് ഗഗനമെന്തൊരദ്ഭുതം അല്ലേ, ജഗദീശരാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്കബിംബവും നിറഞ്ഞ മേഘജാലവും ഗഗനമെന്തൊരദ്ഭുതം സമുദ്രമെന്തൊരദ്ഭുതം സകലതും രചിച്ചതോർക്കി. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ആ ഒരു സംശയം അവർക്കുടലെടുത്തു. അങ്ങനെ ഇവര് ഇതിന്റെ ഈ അദ്ഭുതത്തെ കുറിച്ച് അന്വേഷിച്ച് അവരിറങ്ങി. പുറത്തൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല. അവര് വീണ്ടും എന്ത് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് തന്നെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവർക്ക് ഈശ്വരന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചു. ആ ശബ്ദമാണ് ശ്രുതി. ഭഗവാൻ ഈശ്വരന്റെ ശബ്ദമാണ് ശ്രുതിയായിട്ട് അവര് കേട്ടത്. ഇങ്ങനെ ഈ കേട്ട ശ്രുതി ഇത് അന്ന് എഴുതി വെക്കാനൊന്നും കാലഗണന പോലും പരിഗണിക്കപ്പെടാത്ത ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് വേദവ്യാസൻ ഇത് പകുത്ത് 4 വേദങ്ങളാക്കി നമുക്ക് തന്നത്. നമുക്കറിയാല്ലേ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം അല്ലെ, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങളായിട്ട് നമുക്ക് ഈ നമ്മുടെ വേദവ്യാസ മഹർഷിയാണ് അങ്ങനെ ആക്കി നമുക്ക് തന്നത്. ഈ വേദങ്ങളിലെ ഉള്ളത് അതിന്റെ എൻഡ് ഓഫ് ദി വേദാസ് ഉള്ള എന്താണ്? ഉപനിഷത്തുക്കളാണ്. ഈ ഉപനിഷത്തുക്കളും ഇതിൽ നിന്ന്, ഈ വേദങ്ങളിൽ നിന്നാണ് ഉപനിഷത്തുക്കൾ ഉണ്ടാവുന്നത്. ഈ ഉപനിഷത്തുക്കളിൽ നിന്നും വേദത്തിൽ നിന്നും ഒക്കെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്തത്. മാത്രമല്ല ചില ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാര് ഇതിന് വീണ്ടും വീണ്ടും ഗവേഷണം ചെയ്ത് അവര് 6 ശാസ്ത്രങ്ങൾ ഉണ്ടായി. ന്യായം, യോഗം, വൈശേഷികം, മീമാംസ, ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഇതിൽ നിന്നൊക്കെയുള്ള സാരസംഗ്രഹം, ഇതൊക്കെ ഈ പരമമായ അറിവിനെ, പരമമായ സത്യത്തിനെ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്ന വിധത്തില് മാത്രമല്ല ആചരിച്ച് ജീവിച്ച് കാണിച്ചു തന്നതാണ് ഇതിഹാസങ്ങൾ. മനസ്സിലായില്ലേ? വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുക്കള്, ഷഡ്ദർശനങ്ങള്, അതുപോലെ പുരാണങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഈ ആധുനിക കാലത്ത്. അതിനെന്തു വേണ്ടി? അത് മനസ്സിലാക്കുക മാത്രമല്ല, ഇതിനെ ആചരിച്ച് നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വേണ്ടേ? നമ്മൾക്ക് തിയറി മാത്രം എളുപ്പത്തിൽ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആചരിച്ച് കാണിച്ചു തന്നതാണ് ഇതിഹാസങ്ങൾ. ഇതി ഇഹ ആസീത്, ഇവിടെ ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഇതിഹാസങ്ങൾ നമുക്ക് എത്ര ഉണ്ട്? 2 ഇതിഹാസങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണത്? 1 രാമായണവും 2 മഹാഭാരതവും. മഹാഭാരതം 1,28,000 ശ്ലോകങ്ങളിലാണ് വേദവ്യാസൻ നമുക്ക് രചിച്ചു തന്നത്. ഈ രാമായണം വാത്മീകി മഹർഷി 24,000 ശ്ലോകങ്ങളിലായിട്ട് നമുക്കത് രചിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ ഈ രാമായണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ വേദ ഇതിഹാസ പുരാണാഭ്യാം വേദ സ ഉപബ്രഹ്മയേത് എന്ന് പറയും. ഇതിഹാസം കൊണ്ട് ഈ പുരാണങ്ങളെയും അതുപോലെ വേദത്തിനെയൊക്കെ വേർതിരിച്ചറിയണം, വിവേചിച്ചറിയണം. അതാണ് പണ്ഡിത മതം.
സാധാരണക്കാരന് വേണ്ടിയിട്ട്. അപ്പൊ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് രാമായണം ഇങ്ങനെ നമുക്ക് വളരെ ലളിതമായിട്ട് രചിച്ചു തന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ രാമായണം നമ്മൾ വെറുതെ വായിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതും നമുക്ക് അവര് പറയുവാണ്, പണ്ഡിതന്മാര് പറയുവാണ്, ഏതൊരു മതഗ്രന്ഥമല്ല, സനാതന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അത് ലക്ഷ്യമാക്കുന്നത് ഈ രാമായണം അടക്കം. നമുക്ക് രാമായണം വായിച്ചാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടേണ്ടത്, എന്താണ് ഒരു സാധകന് കിട്ടേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ നമുക്ക് ഈ രാമായണം വായിച്ചാൽ കിട്ടണം. നിങ്ങൾ ആലോചിച്ചോട്ടോ, അതൊക്കെ കിട്ടുന്നുണ്ടോന്ന്. രാമായണം ഇനിമേലാൽ വായിക്കുമ്പോൾ നമുക്ക് ഈ 5 കാര്യങ്ങൾ നമുക്ക് കിട്ടണം. ഒന്ന്, നമുക്ക് ഈ ഗ്രന്ഥങ്ങള് അതിനെ പരിചയപ്പെടുമ്പോൾ അത് നമുക്ക് പരമാത്മാവിന്റെ സ്വരൂപം എന്താണ് എന്ന് പറഞ്ഞു തരണം. 1. 2, ജീവാത്മാവിന്റെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞു തരണം. 3, ഈ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്താനുള്ള ഉപായം, പരമാത്മാവിലേക്ക് എത്താനുള്ള ഉപായം ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് പകർന്നു തരണം. അതുകൂടാതെ 4മത്തത്, ഈ ജീവാത്മാവിന് പരമാത്മാവിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തത്സ്മരണയ്ക്കും കുരുതേ, എന്താണ് കിട്ടുന്നത്, അവിടെ എത്തിയാൽ എന്താണ് പ്രയോജനം? നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലൂലേ, അവിടെ നമ്മള് സഹസ്രനാമം ചൊല്ലിയാൽ എന്തുണ്ട്? ഫലശ്രുതി ഉണ്ട്. മഹാൻ അല്ലേ, അതിന്റെ ഫലമുണ്ട്, അത് നമുക്ക് കിട്ടണം. 5മത്, അങ്ങോട്ട് ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് സഞ്ചരിക്കുന്ന യാത്രാ മധ്യേ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും, അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നുകൂടി ഈ രാമായണം നമുക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് ഈ രാമായണ വായന കൊണ്ടോ അല്ലെങ്കിൽ കേൾവി കൊണ്ടോ നമുക്ക് പ്രയോജനമുള്ളൂ. ഭഗവാനും പറഞ്ഞത് ശരിയാണെന്ന് അല്ലേ? എന്തിനും ഗുരു പറഞ്ഞിട്ടുണ്ട്, ഏതു പ്രവൃത്തിക്ക് പിന്നിലും വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണം. അതറിയാതെ നമ്മള് ചെയ്യരുത്. അപ്പോ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. രാമൻ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവം തന്നെയാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് എങ്ങനെ ജീവിക്കാം എന്നാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ മഹാഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ നമ്മളോട് എന്താ പറഞ്ഞത്? ധർമ്മയേവ ഹി ബോദ്ധവ്യോ മന്ദവ്യ കർമ്മ കോടിഷു അനുഷ്ഠേയോപദേഷ്ടവ്യോ ധർമ്മോ ലോക പ്രവർത്തക. ധർമ്മമാണ് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. ധർമ്മത്തിന് അത്രമാത്രം, ധർമ്മം ദൈവം തന്നെയാണ് എന്ന് മഹാഗുരു നമ്മളോട് പറയുന്നു. നമ്മൾ പറഞ്ഞല്ലേ, എന്തിനാണ് ഈ ധർമ്മത്തിൽ ഉന്നി ജീവിക്കേണ്ടത്? അതിന്റെയും ആവശ്യമില്ല, എങ്ങനെയാണെങ്കിലും തോന്നുന്ന പോലെ ജീവിക്കാം. പക്ഷെ നമ്മള് ഗുരുദേവന്റെ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ ചൊല്ലും. എന്താണ്? എന്തുകൊണ്ടും മനസ്സേ ഒന്നിനാലും ക്ഷീണിച്ചു പോകരുതേ, എന്തെല്ലാം വന്നാലും നിത്യമായ നിയമത്തിൽ തെറ്റരുതേ. നിയമത്തിൽ തെറ്റു വന്നാൽ ഗുരുവിനെ ആപത്തിൽ കാണുകില്ല. നിയമമാം നിലവിളക്കേ ഗുരുവിന്റെ മുന്നിൽ തെളിഞ്ഞിടണം. കണ്ടോ? ഗുരുവിന്റെ മുന്നില് നമ്മൾ നിയമത്തിൽ തെറ്റാൻ പാടില്ല. എങ്ങനെ വേണമെങ്കിലും കളിക്കാം, നമുക്ക് ദേഷ്യപ്പെടാം, വഴക്കു പറയാം, ആരോടെങ്കിലും ഒക്കെ തല്ലൊക്കെ പിടിക്കാം. പക്ഷെ എന്ത് വേണം?
നിയമത്തിൽ തെറ്റാൻ പാടില്ല. നിയമത്തിൽ ആ നിയമമാം നിലവിളക്കായിട്ട് വേണം ഗുരുവിന്റെ മുമ്പിൽ തെളിഞ്ഞ് പ്രകാശിക്കാൻ. ഗുരുവും നമ്മളെ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ നമുക്ക് രാമായണത്തിന്റെ വിഷയത്തിലേക്ക് കടക്കാം. കുറച്ചെങ്കിലും ഇൻട്രൊഡക്ഷൻ രാമായണത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ആ രാമായണം എന്താണ് നമുക്ക് പറഞ്ഞു തരണ്ടേ? ഈ 5 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണ്ടേ? ജീവാത്മാവിന്റെ സ്വരൂപം അല്ലേ, പരമാത്മാവിന്റെ സ്വരൂപം. അപ്പൊ നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് സ്ത്രീ കഥാപാത്രങ്ങളാണ്. രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. അപ്പൊ രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളില് നമുക്ക് ആദ്യം നമ്മുടെ കൗസല്യ അമ്മ അല്ലേ, പിന്നെ ആരാണ്? സുമിത്ര അമ്മ, കൈകേയി അമ്മ. ഈ 3 കഥാപാത്രങ്ങളെ നമുക്ക് എടുക്കാം. ആദ്യം നമ്മുടെ കൗസല്യാദേവിയെ തന്നെ. കൗസല്യാദേവി എന്ന് പറഞ്ഞാല് ഉത്തര കോസലം, ദക്ഷിണ കോസലം എന്ന രാജ്യങ്ങളില് ദക്ഷിണ കോസലത്തിലെ രാജകുമാരിയായിരുന്നു ആര്? കൗസല്യ. ഈ ദക്ഷിണ രാജ്യത്തെ രാജകുമാരിയെ ഉത്തര കോസല രാജ്യത്തിന്റെ അധിപതിയായ ദശരഥ മഹാരാജാവ് കല്യാണം കഴിക്കുന്നു. ആ പട്ടമഹിഷിയായ കൗസല്യാദേവിക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല ദശരഥന്. അങ്ങനെ ആ ദശരഥ മഹാരാജാവ് രണ്ടാമത് സുമിത്രാദേവിയെ കല്യാണം കഴിക്കുന്നു. അപ്പോഴും കുട്ടികൾ ഉണ്ടായില്ല. അപ്പോഴും മൂന്നാമതാരെ കല്യാണം കഴിക്കുന്നു? കൈകേയി ദേവിയെ കല്യാണം കഴിക്കുന്നു. അപ്പൊ ഈ കൗസല്യാമ്മ ഇത്രയും പേരെയൊക്കെ കല്യാണം കഴിച്ചെങ്കിലും പട്ടമഹിഷിയായിട്ട് വിരാജിക്കുന്നത് കൗസല്യാദേവി തന്നെയാണ്. കൗസല്യാമ്മ ഈ 3 പേരുണ്ടെങ്കിലും അവരെല്ലാം വളരെ സ്വരച്ചേർച്ചയോടുകൂടി തന്നെയാണ് കഴിഞ്ഞിരുന്നത്. നമുക്കറിയാലോ, അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ പലയിടത്തും ഉണ്ടെങ്കിലും ഇവര് എങ്ങനെയാണോ ഒരാള് അത് അതേപടി തന്നെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ഈ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മക്കളുണ്ടായി. ആ മക്കളില് ശ്രീരാമചന്ദ്രനാണ് കൗസല്യാദേവിക്ക് പുത്രനായിട്ട് പിറന്നത്. ഭഗവാന്റെ അമ്മയാകാനുള്ള ഭാഗ്യം ലഭിച്ചു. വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു ഈ അമ്മയ്ക്ക്. ഈ അമ്മയുടെ വൈഭവം, ആ മകൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ. രാജാവാകുന്നതിന്റെ ആ പിറ്റേ ദിവസം, രാജാവായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിറ്റേ ദിവസം അതാ അറിയിപ്പ് വരുവാണ്, രാജാവല്ല. മാത്രല്ല അഭിഷേകം മുടങ്ങിയെന്ന് മാത്രല്ല, ഈ രാമനെ വനവാസത്തിലേക്ക് കാട്ടിലേക്ക് വിടുകയും കൂടി ചെയ്യുന്ന ആ ഒരു രംഗം ആ അമ്മയെ വല്ലാതെ തകർത്തു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? ഇതിന് കാരണക്കാരിയായ അല്ലേ അവരെയൊക്കെ ചീത്ത പറഞ്ഞ്. പക്ഷെ ഈ അമ്മ സങ്കടപ്പെടുന്നുണ്ട്. മകനെ, ഭരതന് രാജ്യാവകാശം കൊടുത്തോ, പക്ഷേ നീ വനവാസത്തിന് കാട്ടിൽ പോകണോ? ഇത് ശരിയല്ല എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്തായാലും അച്ഛൻ ചെയ്തത് ശരിയല്ല. അമ്മയ്ക്കും ഉണ്ട് അധികാരം. അതുകൊണ്ടിട്ട് മോനെ, നീ അമ്മ പറയുന്നത് കേൾക്കൂ, നീ വനവാസത്തിന് പോകണ്ട, ഭരതൻ രാജാവായിക്കോട്ടെ എന്ന് പറയുമ്പോ അമ്മയോട് മകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മേ, അവിടെയാണ് നമ്മുടെ മഹാഗുരു നമുക്ക് എന്താണ് ഭാര്യാധർമ്മത്തിൽ പറഞ്ഞു കൊടുത്ത ആ ഉപദേശം. എന്താണ്? നാരീ ഗുണം ഗൃഹത്തിന് ഭൂരിമംഗളമായത്, സാരനാം പുത്രൻ അതിന് നേരായൊരു വിഭൂഷണം. ആ അമ്മ, ആ നാരി ഗുണം എല്ലാം തികഞ്ഞ അമ്മ ഗൃഹത്തിന് ഭൂഷണമാണ്. പക്ഷേ സാരനാം പുത്രൻ അതിന് നേരായൊരു വിഭൂഷണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്തു പറഞ്ഞു? അമ്മ കാട്ടിൽ മോനെ, നീ പോയാൽ അരനിമിഷം ഞാൻ നിൽക്കില്ല, ഞാൻ മരിക്കും. അതിനും നല്ലത് നീ എന്നെയും കൂടി കാട്ടിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞപ്പോ ആ അമ്മയോട് പറഞ്ഞു കൊടുക്കും, അമ്മയ്ക്ക് എപ്പോഴും വേണ്ടത് പത്നി ധർമ്മമാണ്. അച്ഛൻ മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുന്ന ഈ അവസരത്തില് അമ്മ പോകരുത്. അമ്മ ചെയ്യേണ്ടത് അച്ഛനെ ആശ്വസിപ്പിക്കുക, അച്ഛനെ നോക്കലാണ് വേണ്ടത് എന്ന് ഈ ശ്രീരാമചന്ദ്ര ഭഗവാൻ ആരോട് ഉപദേശിക്കും? അമ്മയോട് ഉപദേശിക്കും. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അത് കാര്യങ്ങളിലേക്ക് അമ്മ പെട്ടെന്ന് വന്നു. ആ കൈകേയിയുടെ അന്തഃപുരത്തിൽ നിന്ന് നമ്മുടെ ആരാണ്? ദശരഥ മഹാരാജാവ് ഈ കൗസല്യാമ്മയുടെ കൊട്ടാരത്തിലേക്ക് അന്തഃപുരത്തിൽ വന്നാണ് അവിടെ നിന്നാണ് രാജാവ് സ്വർഗരാജ്യം പൂക്കിയത്. അപ്പോ ഈ അമ്മയുടെ കഥ ഇതാണ്. ഇനി നമുക്ക് അടുത്തത് ആരാണ്? സുമിത്രാദേവി. സുമിത്രാദേവി കാശി രാജാവിന്റെ പുത്രിയാണ്. അയ്യോ, അത് ഈ അമ്മയെ പറ്റി പറയുമ്പോണ്ടല്ലോ നമുക്ക് സങ്കടം വന്നു വരും. ഇത്രയും ഒരു പാവം അമ്മയെ നമുക്ക് കാണാൻ സാധിക്കുമെന്നറിയില്ല. പായസം കൊടുക്കണ സമയത്തും കൂടി ഈ അമ്മേനെ മറന്നുപോയിന്ന്.
ആലോചിച്ച് നോക്കിയേ, നമുക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വിശിഷ്ടമായതല്ല ഒരു കട്ടൻ ചായ തന്നില്ലെങ്കിൽ നമ്മൾ സമ്മതിക്കോ? ആ സമയത്ത് പാവം സുമിത്രാദേവി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവിടെ സുമിത്രാദേവി ഒന്നും പറഞ്ഞില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ 2 മക്കളെ കിട്ടിയത് ആർക്കാണ്? സുമിത്രാദേവിക്കാണ് അല്ലെ? അവഗണനപ്പെട്ട ആ സുമിത്രാദേവിക്കാണ് 2 മക്കൾ ഉണ്ടാവുന്നത്. ആ 2 മക്കളും ഒന്ന് പാവം അവിടെയും കൊടുത്തു, ഒന്ന് രാമനും കൊടുത്തു, ഒന്ന് ഭരതനും കൊടുത്തു. അതുപോലെ ഈ കൈകേയി അമ്മയുടെയും കൗസല്യ അമ്മയുടെയും ഈ ഭരതന്റെയും രാമന്റെയും ഇടയിൽ ഒരു രത്നച്ചരടായിട്ടാണ് സുമിത്രാദേവി വർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് തല്ലുപിടിപ്പിക്കാം അല്ലേ? പക്ഷേ സുമിത്രാമ്മ അങ്ങനെ ചെയ്തിട്ടില്ല. സഹനം സർവദുഃഖാനാം അപ്രതികാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദിക്ഷ നിഗദ്യതേ. തിദിക്ഷയുടെ മൂർത്തിമത് ഭാവമായിരുന്നു. സമനിലയിൽ തന്നെയാണ് ആ അമ്മ വർത്തിച്ചിരുന്നത്. മിക്കവാറും കൗസല്യാമ്മയുടെ കൂടെ ആയിരിക്കും സുമിത്രാമ്മയെ കാണാൻ സാധിക്കുക. അപ്പൊ ഇതാണ് കൗസല്യാമ്മയുടെ സുമിത്രാമ്മയുടെയും കഥ മാത്രം നമുക്ക് കേട്ടാ മതിയോ? പോരല്ലേ? ഇനി കൈകേയി അമ്മയുടെ കാര്യം നമുക്ക് നോക്കാം. കൈകേയി അമ്മ നിസ്സാരക്കാരിയല്ല. അമ്മ വളരെ നല്ല അമ്മയായിരുന്നു. പക്ഷേ കാലക്രമേണ അമ്മക്ക് മാറ്റം വന്നത്. കൈകേയി അമ്മ ഈ ദശരഥ മഹാരാജാവിന് 2 ഭാര്യമാരിലും മക്കളില്ലാതിരുന്നപ്പോൾ കേകയ രാജ്യത്ത് ചെന്നപ്പോൾ യുധാജിത്തിന്റെ പുത്രിയാണ്, പിന്നെ സഹോദരിയാണ് ഈ കൈകേയി അമ്മ. വളരെ സുന്ദരിയാണ്, വളരെ ചെറുപ്പക്കാരിയാണ്. ആ അമ്മയെ ഈ ദശരഥ മഹാരാജാവ് വിവാഹത്തിനായിട്ട് ചോദിക്കുമ്പോ യുധാജിത്തും അച്ഛനും പറയുന്നുണ്ട്, ഇത്രയും ചെറുപ്പമായ സുന്ദരിയായ എൻ്റെ മകളെ ഇത്തിരി പ്രായമേറെ ചെന്ന ദശരഥ മഹാരാജാവിനെ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന്. മാത്രമല്ല ഈ ആ രാജ്യത്തിലെ ആയോധന കലയിൽ മികച്ച പ്രാവീണ്യം നേടിയ ആളായിരുന്നു കൈകേയി അമ്മ. വിദ്യാഭ്യാസവും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇവര് ഡിമാൻഡ് വെച്ചു. എന്താണ് ആ ഡിമാൻഡ് എന്ന് വെച്ചാല്, ഭീഷ്മർക്ക് കിട്ടിയ പോലെ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, കൈകേയി അമ്മയെ തരാം, കൈകേയി ദേവി തരാം, പക്ഷേ കൈകേയിക്ക് ഉണ്ടാവുന്ന പുത്രനായിരിക്കണം രാജ്യഭാരം ഏൽക്കേണ്ടത്. സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോ വിഷണ്ണനായിട്ട് ആദ്യം സമ്മതിച്ചില്ല. രാജാവ് വീട്ടിൽ വരും. അപ്പൊ അവിടെയാണ് നമ്മുടെ കൗസല്യ അമ്മയ്ക്ക് മനസ്സിലാവും, സുമിത്ര അമ്മയ്ക്ക് മനസ്സിലാവും എന്തോ സംഭവം, എന്തോ ഉണ്ട്. അങ്ങനെ അവര് ചോദിക്കും, എന്താ പ്രശ്നം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ. ഇനിയും പറയുന്നില്ല, ഇനിയും അങ്ങേക്ക് ഒരു കല്യാണം കൂടി കഴിക്കണം എന്നുണ്ടോ? പുത്ര വീണമല്ലോ, അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ പറയും, ഇങ്ങനെ ഒരു വരം അവര് ചോദിച്ചിട്ടുണ്ട്, എന്താ ചെയ്യാ? ആ നിസ്സംശയം അവർ 2 പേരും പറഞ്ഞു, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയാണ് ഈ കൈകേയി അമ്മയെ വിവാഹം ചെയ്തു പോരുന്നത്. അപ്പൊ ഈ കൈകേയിനെ വിവാഹം ചെയ്ത് കൂടെ പോന്നപ്പോണ്ടല്ലോ, കൂടെ പണ്ടൊക്കെ അവിടുത്തെ ഈ എന്താ പറയുന്ന തോഴിമാരെയും കൂടി കൊടുക്കുന്നു. ഈ സമ്പത്ത് കൊടുക്കുന്നതിനൊപ്പം തോഴിമാരെയും കൂടി വിടും. ഞാനോ ആലോചിക്കണേ, ഈ തോഴിമാരെയൊക്കെ കൂടി വിട്ട് അവരുടെ ചെലവാല്ലേ അത്? അപ്പൊ എന്തൊന്ന് ആലോചിക്ക, അവരെയും കൂടി ഒരാളെ എത്ര തോഴിമാരുണ്ടോ അത്രയും തോഴിമാരൊക്കെ കൊടുക്കണം എന്ന് വെച്ചാൽ അത്രയും സമ്പന്നതയുടെ ലക്ഷണമായിരുന്നു അന്ന് കാലത്ത്. അങ്ങനെ കൂടെ പോകുന്നതാണ് നമ്മുടെ ആര്? മന്ധര. അപ്പൊ ഈ മന്ധര എന്ന് പറഞ്ഞാൽ ഈ കൈകേയി അമ്മയുടെ വളർത്ത് അമ്മയുടെ ഒരു സ്ഥാനവും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ മുന്നിൽ ഒരു ദുരുദ്ദേശവും കൂടി ഉണ്ട് യുധാജിത്തിനും അച്ഛനും. എന്താണ്? എപ്പോഴെങ്കിലും അവിടെ അവർക്ക് ആർക്ക് കൗസല്യാമ്മയ്ക്കോ അല്ലെങ്കിൽ പിന്നെ സുമിത്രാമ്മയ്ക്കോ മക്കളുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ഒരു തീരുമാനം തെറ്റിയാല് പറയണം. മനസ്സിലായോ? മന്ധരയോട് പറയണം. അതിനൊരു ചാരക്കാരത്തെയും കൂടി ആയിട്ടാണ് മന്ധരയെ വിടുന്നത്. എങ്ങനെ ആയിക്കോട്ടെ, വളരെ നല്ല അമ്മയായിരുന്നു, പക്ഷെ ഇത്തിരി ശാഠ്യക്കാരത്തിയായിരുന്നു. പലപ്പോഴും ശാഠ്യം കൊണ്ടിട്ട് ഈ ദശരഥ മഹാരാജാവ് അത് അനുവദിച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് യുദ്ധത്തിനൊക്കെ പോകാൻ, ദേവാസുര യുദ്ധത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അമ്മ കൂടെ പോണതും ദശരഥ മഹാരാജാവിനെ രക്ഷിക്കണതും ഒക്കെ എല്ലാം ഒക്കെ ശരിയാണ്. പക്ഷേ ഈ കൈകേയി അമ്മ അവസാനം മന്ധരയുടെ ആ ഭീഷണി എന്ന് തന്നെ പറയാം, ആദ്യമൊക്കെ മൂഢ എന്നൊക്കെയാണ് പറഞ്ഞ് വിളിക്കുന്നത്, അതിൽ വഴങ്ങിയിട്ട് ഈ മന്ധര പിന്നെ കൈകേയി അമ്മയ്ക്ക് രാമന് അത്ര പ്രിയപ്പെട്ടവളായിരുന്നു, രാമനോട് അത്രയും സ്നേഹമുള്ള ആളായിരുന്നു. എന്നാൽ പോലും
ആ മന്ധരയുടെ ആ ഒരു കുതന്ത്രത്തിന് മുന്നിൽ വീണുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടിട്ട് ഈ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? ആദ്യം ആ ഭർത്താവിനെ രക്ഷിക്കാൻ യുദ്ധസമയത്ത് ആ അമ്മയാണ് ആ ഭർത്താവിനെ മരണത്തിന്റെ വക്രത്തിൽ നിന്നും രക്ഷിച്ചതും, അതുപോലെ ആ യുദ്ധത്തിന് വിജയം കൈവരിക്കാനും അമ്മയാണ് കാരണക്കാരിയായെങ്കിൽ പിന്നീട് ഈ അമ്മ തന്നെ ആ ഭർത്താവിന്റെ മരണത്തിനും ഉത്തരവാദിയായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. അമ്മ ശരിക്കും പറഞ്ഞ വിവേകത്തിന്റെ പ്രതീകം തന്നെയാണ് അമ്മ. പക്ഷേ ഈ കൈകേയി അമ്മയ്ക്ക് മന്ധര എന്ന് പറഞ്ഞ ദാസിയുടെ സംസർഗവും മാത്രമല്ല, മന്ധര എന്ന് പറഞ്ഞാല് അസൂയയുടെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ ഈ അസൂയ വിവേകത്തിന് വഴിമാറും. വിവേകം അസൂയക്ക് മുമ്പിൽ അടിയറവ് പറയും എന്നുള്ളതാ. പതുക്കെ പതുക്കെ അസൂയ എന്ന് പറഞ്ഞാൽ ഗുണേഷ് ദോഷ ദർശനം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഗുണത്തിൽ എന്തെങ്കിലും ദോഷം കണ്ടുപിടിച്ചിരിക്കും. അതാണ് അസൂയ. ഈ അസൂയ ക്രമേണ ഈ കൈകേയി അമ്മയെ ബാധിച്ചു. അതുകൊണ്ട് ആ അമ്മ ഏറ്റവും മോശക്കാരിയായിട്ട് അമ്മയ്ക്ക് തരം താഴേണ്ടി വന്നു, അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ആ അമ്മ ഇങ്ങനെ ചെയ്തത്? സ്വന്തം മകന് വേണ്ടിയിട്ടാ, അല്ലേ? പക്ഷെ ഭരതൻ വന്നിട്ട് വിളിച്ചത് എന്താണ്? പാപേ, മഹാഘോരെ, ഭർത്താവിനെ കൊന്നവളെ, അല്ലേ? ദുഷ്ടേ, ഭയങ്കരി എന്നൊക്കെ ആ അമ്മക്ക് വിളി കേൾക്കേണ്ടി വന്നു. അതാണ് മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ. എന്തൊക്കെ നേടിയാലും ആത്മനഷ്ടമായാൽ എന്താണ് അതുകൊണ്ട് ഫലം എന്നുള്ളത് ആ അമ്മ നമ്മളെ കാണിച്ചു തരികയാണ്. ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ 3 കഥാപാത്രങ്ങളെ പഠിച്ചു. ഇനി നമുക്ക് ഈ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, അവരുടെയൊക്കെ തത്വം എന്താണെന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം, അല്ലേ? അതിലെ ദശരഥ മഹാരാജാവിന്റെ 3 ഭാര്യമാരായിരുന്നു ആര്? കൗസല്യ, സുമിത്ര, കൈകേയി അമ്മ. ഈ 3 പേരും നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ ഭാര്യമാരായിരുന്നു. ഒക്കെ കാര്യം ശരിയാ. ഈ സത്യം പറഞ്ഞ കഥ എല്ലാവർക്കും അറിയാം. അതിന്റെ തത്വമാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തത്വത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഈ സുമിത്ര അമ്മയും കൗസല്യ അമ്മയും കൈകേയി അമ്മയും ദശരഥ മഹാരാജാവിന്റെ ഭാര്യമാരായിരുന്നു എന്ന് പറയുമ്പോൾ, ഈ ദശരഥൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരിയായ പേര് ധർമ്മരാജൻ. അപ്പോ ദശരഥൻ എന്ന് പറയുമ്പോൾ 10 ദിക്കിലേക്കും രഥമോടിക്കാൻ കഴിവുള്ള ആളാണ് ദശരഥൻ. 10 ദിക്കിലേക്കും കഴിവുള്ള ആളാണ് രഥമോടിക്കാൻ. എന്ന് വെച്ചാൽ ഈ 10 ദിക്ക് 10 രഥം ആണെങ്കിലും ഓടിക്കും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദശരഥം എന്ന് പറയുമ്പോൾ 10 ഇന്ദ്രിയങ്ങളെയാണ് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ സൂചിപ്പിക്കുന്നത്. നമുക്കൊക്കെ ഉണ്ടോ 10 ഇന്ദ്രിയങ്ങള്? ഉണ്ടല്ലേ? ഏതൊക്കെയുണ്ട്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ജ്ഞാനേന്ദ്രിയങ്ങള് ഉണ്ട്, അല്ലേ? നമുക്കുണ്ട്. 5 കർമ്മേന്ദ്രിയങ്ങള് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. നമ്മുടെ കാല്, കൈകള്, പിന്നെ ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയം, ഇതൊക്കെ കൂട്ടിയാണ് കർമ്മേന്ദ്രിയങ്ങള്. ഈ 10ഉം ഉള്ളവര് ആരാണ്? ആണായാലും പെണ്ണായാലും ഇതെല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ഈ 10 ഇന്ദ്രിയങ്ങളും ഉള്ളത് ആരാണ്? അവരൊക്കെ ആരാണ്? അപ്പൊ 10 ഇന്ദ്രിയങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ സമ്മതിച്ചോ? അവരൊക്കെ ആരാണ്? ദശരഥന്മാരാണ് നമ്മളൊക്കെ. അപ്പൊ ഈ എന്തോരം കോടി ദശരഥന്മാരുണ്ടായിരിക്കും, അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കണല്ലേ നമുക്ക് കണ്ണുണ്ട്, അല്ലേ? നമ്മുടെ 10 ദിക്കിലേക്ക് ഇപ്പൊ ഇവിടെ ഒരാൾ പോയാൽ നമ്മുടെ കണ്ണെന്ത് ചെയ്യും? അതിന്റെ പുറകെ പോവും. മൂക്ക് നല്ല മണം വന്നാൽ നമ്മൾ ആസ്വദിക്കില്ലേ? അതുപോലെ നമ്മള് കയ്യ് കാലൊക്കെ ഇട്ട് ആട്ടണുണ്ട്, അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ 10 ദിക്കിലേക്കും നമുക്കും പോകാം. അപ്പോ ആ ദശരഥൻ നമ്മളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളാവുന്ന ഈ ദശരഥൻ ഗുരു പറഞ്ഞതൊന്നും ഓർക്കുവാണ്. എന്താണ്? ഗുരു ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറഞ്ഞ കൃതിയിൽ പറയുന്നുണ്ട്, ജലം മലത്തോട് വെളിയിൽ പതിക്കും. അതായത് ഈ നമ്മളുടെ ഈ കണ്ണ് കയ്യൊന്ന് ചെയ്യും അതുപോലെ നടന്നിടും കാലയ്യോ ജലം മലത്തോട് വെളിയിൽ പതിക്കും പൊയ്യേ പുണർന്നിടും അതിങ്ങനെ നിന്ന് യുദ്ധം ചെയ്യുമ്പോഴെങ്ങനെ ശിവ നിൻ തിരുമൈ നിനപ്പു. കണ്ട,
കൈയൊന്ന് ചെയ്യും അതുപോലെ നടന്നിടും, കാലും അതുപോലെയൊക്കെ ചെയ്യും. ഈശ്വര, ഇങ്ങനെ ആകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഭഗവാനെ നിന്റെ തിരുമൈ ആ സ്വരൂപം ഓർക്കുന്നത്? ഇതുപോലെ ദശരഥനും അല്ലെ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നടക്കുവാണ്. അപ്പൊ ആ തിരുനാമം, ഭഗവാന്റെ തിരുസ്വരൂപം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ തിരുസ്വരൂപം മറക്കുക? 3 ഭാര്യമാര് വേണ്ടേ അല്ലെ? 3 ഭാര്യമാരെന്ന് പറയുമ്പോ നമ്മളെന്ന് പറഞ്ഞ ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടാ? നമ്മളിപ്പോ ആരാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. ആരാണ്? ദശരഥനാകുന്ന നമ്മള്. അല്പം നേരമാകാം നമുക്ക്. ഈ ദശരഥനാകുന്ന നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന എങ്ങനെയാണെന്നറിയോ? അഞ്ജലി മുദ്രയുമായിട്ടാണ്. എങ്ങനെയാണ്? അഞ്ജലി മുദ്ര ഇല്ലേ? ഗർഭപാത്രത്തിൽ കൈ തൊഴുതു പിടിച്ചല്ലേ കിടക്കുന്നത്. അവിടെ വെച്ച് ഈ ഭഗവാന്റെ സ്മരണ, ഈ സ്വസ്വരൂപത്തെ കുറിച്ച് ഉള്ള സ്മരണ ഈ കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ളതാ. നമ്മളാവുന്ന ദശരഥനെ ഈ അമ്മയെ, നമ്മുടെ സ്വസ്വരൂപത്തെ കുറിച്ചുള്ള അറിവ് ഈ കുട്ടിക്ക് ഉണ്ടാവും. പക്ഷേ ഈ കുട്ടി, അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ 4-ാം മാസം തുടങ്ങിയാണോ പോകരുതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈശ്വരനും കുട്ടിയും ഒന്ന് തന്നെ. ആ ഒരു സമയമാണത്. ഈ സമയത്ത് താൻ ആരാണ്? താനും ഈശ്വരനും ഒന്നാണ്. ഈശ്വരന്റെ സ്മരണയിൽ ഈശ്വരനെ കണ്ടുകൊണ്ടാണ് ഈ കുട്ടി കിടക്കുന്നത്. ആ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, ഈ അമ്മയുടെ പുറത്തേക്ക് വരുന്നത് എങ്ങോട്ടാണ് വരുന്നത്? പുറത്തേക്കാണ് വരുന്നത്. ആദ്യം വരുന്നത് കുട്ടിയുടെ തലയാണ്. ഈ കുട്ടിയുടെ തല പുറത്തേക്ക് വരുമ്പോ പ്രകൃതി അപ്പൊ തന്നെ ആ വായു ആ തലയ്ക്ക് ഒറ്റടി വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നില്ല. വായുവിന്റെ പ്രഹരം ഉണ്ടാവുന്നുണ്ട്. ഷഠം എന്നാണ് അതിനെ പറയുന്നത്. അതോടുകൂടി സ്വസ്വരൂപത്തെ കുറിച്ച് മറന്നുപോകും. ഈശ്വര സ്മരണ ഈ കുട്ടിയിൽ നിന്ന് പോകും എന്നുള്ളതാണ്. കണ്ടോ? അപ്പൊ നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ദശരഥന്മാരായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോ ഈ ഓർമ്മയില് ഭഗവാനോട് സംസാരിച്ചിട്ടുണ്ട് നമ്മള്. പക്ഷെ നമ്മുടെ കുഴപ്പമില്ല. പുറത്തേക്ക് വന്നപ്പോ ആ ഒരു വായുവിന്റെ സമ്മർദ്ദത്താല് നമ്മള് ആ സ്വസ്വരൂപം ഈശ്വര സ്മരണയിൽ നിന്ന് നമ്മൾ പോയി. പിന്നീട് നമ്മൾ ഈ കുട്ടിയെ നമ്മുടെ അച്ഛനും അമ്മയുടെ കൈ കിട്ടിയാ പിന്നെ തീർന്നല്ലേ? പിന്നെ നമ്മൾ ആരായി അല്ലെ? ഞാൻ സ്മിതയായി. ഇത് മറ്റത് ആരാന്നറിയോ? മറ്റത് ഇന്നയാളാണ് അല്ലെ? അത് നമ്മുടെ ആരുമല്ല. ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാർ. ഇങ്ങനെയൊക്കെ ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കും. ശരിയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ നമ്മള് വളർന്നു വരുമ്പോ? പിന്നെ നമ്മൾക്ക് എന്താണ്? വിദ്യാഭ്യാസം തന്നു. ഈ ദശരഥൻ വളരുവാട്ടോ. വിദ്യാഭ്യാസം തന്നു. പിന്നെ വിവാഹപ്രായം എത്തി കല്യാണവും കഴിച്ചു. കല്യാണം കണ്ട, വിവാഹപ്രായം എത്തി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാല് ഈ പ്രകൃതിയുടെ ഗുണങ്ങളെ വരിക്കുക എന്നാണ് അർത്ഥം. പ്രകൃതിക്ക് 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന് സത്വഗുണം, എല്ലാവർക്കും ഇല്ലേ? രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളെയാണ് ഈ അമ്മമാര് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ദശരഥൻ വരിക്കുന്ന 3 സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ സത്വഗുണം, കൗസല്യ, പിന്നെ സുമിത്ര ദേവി, കൈകേയി ദേവി. ഈ 3 അമ്മമാര് പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ജീവൻ ഭൂമിയിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് വന്നപ്പോൾ പ്രകൃതിയുടെ സ്വഭാവം അതാണ്. എന്താണ്? സത്വരജതമോ ഗുണങ്ങളാണ്. ആ ഗുണം ഈ കുട്ടിയെ കയറി വരിക്കുകയാണ് ചെയ്തത്. ആ 3 അമ്മമാരും ദശരഥ മഹാരാജാവിനെ വരിച്ചു. അങ്ങനെ ആ രാജാവ് ഈ 3 ഗുണങ്ങൾക്കും അടിമയായി മാറി. അടിമ എന്ന് വെച്ചാൽ അതിന് അധീനനായി. പിന്നെയോ ഈ 3 അമ്മമാര് വേറെ ഒരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുണങ്ങളെല്ലാം കൂടിയാണ് നമ്മളെ കർമ്മം ചെയ്യിക്കുന്നത്. ഇപ്പൊ സത്വഗുണം അധികമായി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്. രജോ ഗുണം അധികമായി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്. ഇത് 3ഉം ഒരേപോലെ വരുമ്പോഴാണ് വളരെ നല്ല രീതിയിലുള്ള നമുക്ക് ആ ഒരു ഗുണം കിട്ടുന്നത്. പക്ഷെ ഈ അമ്മമാര് ഈ ഗുണങ്ങള് നമ്മൾ സത്വരജ തമോ ഗുണങ്ങളിൽ നിന്ന് ഈ ഗുണം കൊണ്ടുപോകുന്നത് നമ്മളെ കർമ്മങ്ങളിലേക്കാണ്. അല്ലേ? നമ്മൾക്ക് ഇടയിൽ തന്നെ ഇല്ലേ സാത്വികമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? രജോ ഗുണപ്രധാനമായ കർമ്മങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ട്. ഈ 3 ഗുണങ്ങൾ നമ്മൾ കാലത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോ എങ്ങനെ ഇരിക്കും? വളരെ കാമായിട്ടിരിക്കും അല്ലേ? പ്രകൃതിക്കും ഉണ്ടാവും ആ ഗുണം. പ്രകൃതിയുടെ ഗുണം ഒന്ന് ആലോചിച്ചൊക്കെ. എങ്ങനെയാണ്? ബ്രഹ്മമുഹൂർത്തം തുടങ്ങി പ്രകൃതി വളരെ ശാന്തയായിരിക്കും. ശരിയല്ലേ? അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോ എന്തായി? ചൂടായി. ഇതുപോലെ നമ്മളൊരു ഉച്ചയ്ക്കാവുമ്പോ നമ്മളെന്താവും? നമുക്കും ചൂട് പിടിക്കും. നമ്മളും ആക്റ്റീവ് ആവും. നമുക്ക് വേണ്ടുന്ന വർക്കിലൊക്കെ പോകും. രജോ ഗുണം വേണം നമുക്ക്.
പിന്നെ രാത്രിയാകുമ്പോൾ എന്താകും? തമോ ഗുണത്തിലായി പ്രകൃതി. നമ്മളും ആ പ്രകൃതിയെ പോലെ തന്നെ ഉറങ്ങും. അപ്പോൾ ഇതാണ് നമ്മളെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ കർമ്മങ്ങള് അമ്മമാരെ പ്രതിനിധാനം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആഗാമി സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളായിട്ട് ഈ പിന്നെ സത്വരജ തമോ ഗുണങ്ങൾ മാറുന്നു. മനസ്സിലാവുണ്ടോ? ആഗാമി സഞ്ചിതം എന്നൊക്കെ പറഞ്ഞാൽ സഞ്ചയനം നടത്തൂലേ നമ്മള് മരിച്ചു കഴിഞ്ഞാല്? ഈ സഞ്ചിത കർമ്മത്തെ ഉദ്ദേശിച്ചാണ് സഞ്ചയനം നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ജീവൻ അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ്, നമ്മൾ പറയില്ലേ, പോകുമ്പോ ശിഷ്ടജന്മത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ ഉത്തരവാദി എന്നാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് വരുമ്പോ കൊണ്ടുവന്നതാണ് ആഗാമി എന്ന് പറഞ്ഞ കർമ്മം. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോരൂലേ? ഇപ്പൊ നമ്മള് ബാലൻസ് ഷീറ്റ് ടാലി ആക്കിയിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് എന്തെന്ന് പറഞ്ഞ ഇത് ഓപ്പണിംഗ് ബാലൻസ് എഴുതി വെക്കും അല്ലേ? അതുപോലെ ഈ ആഗാമി ആയിട്ടാണ് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ സഞ്ചിതമായിട്ട് ഈ കർമ്മം മാറും. കെട്ടുകളായത് കർമ്മം മനുഷ്യന്. ആ നമ്മള് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ സ്വത്തൊന്നുമല്ല, നമ്മുടെ കർമ്മങ്ങളാണ് കൊണ്ടുപോകുന്നത്. അതാണ് ആഗാമി എന്ന് പറഞ്ഞ കർമ്മം. ഈ കർമ്മം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് സഞ്ചിതമായി. ഈ സഞ്ചിത കർമ്മം ഇത് രണ്ടിനെ നമുക്ക് എന്ത് നന്മകളൊക്കെ ചെയ്ത് നമുക്ക് നിലനിർത്തി അതിൽ നിന്ന് നമുക്ക് കുറവ് വരുത്താവുന്നതാണ്. പക്ഷേ പ്രാരബ്ധം എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്. അത് കൈകേയിയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രാരബ്ധ കർമ്മം ഈ പെട്ടെന്നൊന്നും വിട്ടുപോകും, പെട്ടെന്നല്ല, പ്രഹർഷനം തുടങ്ങിയതാണ്. അത് പ്രാരബ്ധം തിഹഭുജ്യതാം, അത് അനുഭവിച്ച് തന്നെ തീരണം എന്നുള്ളതാണ്. ഈ കൈകേയി എന്ന് പറഞ്ഞ ഈ പ്രാരബ്ധം ഈ ദശരഥ മഹാരാജാവിനെ വീണ്ടും ദുഃഖത്തിലേക്കാക്കി അല്ലേ? ശരിയല്ലേ? പുത്രൻ ഇല്ല എന്നുള്ള ഒരു ദുഃഖത്തിൽ ഇരുന്നേച്ചാ രാജാവിന് പുത്രന്മാരുണ്ടായി. വീണ്ടും ഈ പ്രാരബ്ധം കൗസല്യം സുമിത്രാദേവിയും അതായത് ആഗാമിയും സഞ്ചിത കർമ്മവും ഒരു കുഴപ്പവും വരുത്തിയില്ല. പക്ഷെ പ്രാരബ്ധമാണ് ഈ മഹാരാജാവിനെ വീണ്ടും പുത്ര ദുഃഖത്തിലേക്ക് വരുത്തി തീർത്തത്. അപ്പോ ഈ സുമിത്രാദേവിയും നമ്മുടെ കൈകേയി അമ്മയും കൗസല്യ അമ്മയെയൊക്കെ ഇനി നമ്മൾ വായിക്കുമ്പോൾ ഇവരെയൊക്കെ വിചാരം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട ഒരു തത്വമാണിത്. ഇത് പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളാണ്. ആ ഏതൊരു മനുഷ്യനും ആ പ്രകൃതിയിലേക്ക് വീഴുമ്പോൾ ആ പ്രകൃതിയുടെ ഗുണങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരും. ഇതിനൊക്കെ നമ്മൾക്ക് ഓവർകം ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്ത് വേണം? നമ്മളിലെ ഈശ്വര ചിന്ത, ഈശ്വര സ്മരണ വേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാണ് ഇതിന്റെ തത്വം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് താടക എന്ന് പറഞ്ഞ രാക്ഷസിയാണ് നമുക്ക് പിന്നെ രാമന് വധിക്കേണ്ടത് അല്ലേ? താടക ഓർക്കണില്ലേ? താടക. അപ്പൊ ഈ താടകനെ വധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജീവൻ പ്രായമായി വിവാഹമൊക്കെ വിവാഹം കഴിച്ചിട്ടില്ല, അതിനു മുമ്പാണ് താടകയെ കൊല്ലുന്നത്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പോവുകയാണ് അല്ലേ? അവിടെ വെച്ചാണ് താടകയെ കാണുന്നത്. താടക ആരാണ്? സ്ത്രീയാണ് അല്ലേ? അപ്പൊ രാമൻ പറയും, മഹർഷി, ഞാൻ സ്ത്രീയെ കൊല്ലുന്നത് പാപമല്ലേ എന്ന് ചോദിക്കും. അപ്പോ വിശ്വാമിത്ര മഹർഷി പറയും, അത് ലോകസംഗ്രഹാർത്ഥം അങ്ങനെ സ്ത്രീയെ കൊന്നാല് പാപമില്ല. ഇപ്പൊ പട്ടാളക്കാര് എത്ര പേര് ഭീകരവാദികൾ സ്ത്രീയാണെന്ന് വല്ലതും നോക്കുവോ? പട്ടാളക്കാര് വെടിവെച്ചു കൊല്ലും. പക്ഷെ നമ്മൾക്ക് ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ? നമുക്കതിന് നിയമമില്ല. അപ്പൊ അതുപോലെ സ്ത്രീയാണെന്ന് താടകനെ നോക്കണ്ട, താടകനെ വധിച്ചോ എന്നാണ് പറയുന്നത്. താടകയ്ക്ക് 2 മക്കളുണ്ട്. അതാരാണ്? മാരീചനും സുബാഹുവും. ശരിയല്ലേ? അപ്പോ ഈ താടകയുടെ ഒപ്പം ഉള്ളവരാണ് ഈ 2 പേര്. ഇവരാണ് വിശ്വാമിത്രന്റെ യാഗം അത് തടസ്സം നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ വിശ്വാമിത്രനാകും. എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ജീവനെ ആ ഒരു യാത്രയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ആ ജീവനെ നേരിടേണ്ടി വരുന്നത് ആഗ്രഹങ്ങളെയാണ്. ഈ ആഗ്രഹങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് താടക ഇല്ലേ? താടക ഘോര സ്വരൂപിണിയായിട്ട് ഈ താടക എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ആഗ്രഹങ്ങള് ഈ ഒരു മനുഷ്യനെ ആഗ്രഹങ്ങളെ തകർത്തില്ലെങ്കിൽ, കൊന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം വളരെ വ്യർത്ഥമായി തീരും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ആഗ്രഹങ്ങളൊക്കെ വേണം
അല്ലേ? അത്യായ ആഗ്രഹം, അത്യാഗ്രഹത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം വളരെ വ്യർത്ഥമായി പോകും. അതുകൊണ്ടിട്ട് അത്യാവശ്യമായിട്ട് താടകയെ കൊല്ലണം. രാമനെ വിളിച്ചുകൊണ്ടാണ് വിശ്വാമിത്രൻ താടകയെ കൊല്ലുന്നത്. അപ്പൊ ആഗ്രഹം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആഗ്രഹം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. അറിയോ? ഈ ചെറിയ പെൺകുട്ടികളോടൊക്കെ നമ്മൾ പറയുവേ, നമുക്ക് ആഗ്രഹമൊക്കെ വരാം, പക്ഷെ ഈ ആഗ്രഹം മേലില് നല്ലതാണോ ശരിയാണോ എന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രകൃതിയോട് അപേക്ഷിച്ചാൽ അമ്മ അത് സാധിച്ചു തരും. എനിക്ക് ഇന്ന ആളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് കുട്ടി കരയുവാണെങ്കിൽ നമ്മൾ പറയും നടക്കും. പക്ഷേ വന്നിട്ട് ആരെ കൊല്ലുന്നത്? താടകയെ കൊല്ലുന്നു, അല്ലേ? താടകയെ കൊന്നു. അപ്പൊ വീണ്ടും യാഗം തുടങ്ങാനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങി. അപ്പൊ ആര് വന്നു? താടകയുടെ 2 മക്കളായ മാരീചനും സുബാഹുവും വന്നു. ഈ ആഗ്രഹങ്ങൾ വന്നാൽ ആഗ്രഹങ്ങളുടെ മക്കളാണ് സുഖം കിട്ടും. ആഗ്രഹം നടന്നാല് സുഖം ഉണ്ടാവും, അല്ലേ? ആഗ്രഹം നടന്നില്ലെങ്കിലോ ദുഃഖം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്ത്? ഈ മാരീചനിലും സുബാഹുവിലും ആരെയാണ് നമുക്ക് തട്ടേണ്ടത്? ദുഃഖത്തിനെ കളയണ്ടേ? ദുഃഖത്തിനെ കൊല്ലണം, അല്ലേ? രാമൻ എന്ത് ചെയ്തു? മാരീചനെ സംരക്ഷിച്ചുകൊണ്ട് ദുഃഖത്തെ ഇല്ലാതാക്കി. നമ്മൾ കിടന്നെന്ന് വിചാരിക്കേ, പിറ്റേ ദിവസം നമ്മള് വരാൻ സാധിപ്പിക്കൂല. എന്തെങ്കിലും, അതായത് നമ്മുടെ ഉറക്കം പോകും എന്നുള്ളൊരു സുഖം, നമ്മുടെ സുഖം പോകും എന്ന് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വരില്ല. അങ്ങനെ ഈശ്വര സ്മരണ എപ്പോ ചെയ്യാൻ നോക്കുന്നോ അപ്പോഴൊക്കെ നമ്മളെ തടസ്സം ചെയ്യുന്ന ആളാണ് ആര്? സുബാഹു. ആ സുബാഹുവിനെ കൊല്ലണം. ഇപ്പൊ ഇവിടെ തന്നെ എത്രയോ പേർക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവുമെന്നറിയോ? പക്ഷെ പല തടസ്സങ്ങളും അവരുടെ മുന്നിൽ വന്നു വരും. അപ്പൊ നമ്മൾ ആരാ ഓർക്കണം? സുബാഹു വന്നിട്ടുണ്ട്, അല്ലേ? സുബാഹു വന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കണം. ഉടനെ തന്നെ എന്ത് ചെയ്യണം? കൊന്നോളണം. അല്ലെങ്കിൽ നിത്യമായ ആ സുഖമൊന്നും ശാശ്വതമല്ല. അതാണ് നമ്മളെ ഈ താടകയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. അങ്ങനെ മാരീചനെ സംരക്ഷിച്ചു കൊണ്ടിട്ട് ആരെ കൊന്നു? സുബാഹുവിനെ കൊന്നു. ഇനി നമുക്ക് വേഗം പോകാം, അഹല്യയിലേക്ക് പോവാം. അഹല്യ ഗൗതമ മഹർഷിയുടെ പത്നിയാണ്. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ശൂർപ്പണഖയും ആഗ്രഹത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. എങ്ങനെയാണ് ആദ്യം ശൂർപ്പണഖ വന്നത്? എങ്ങനെയാ വന്നത്? രാമന്റെ ലക്ഷ്മണന്റെ മുമ്പിൽ സുന്ദരിയായിട്ടല്ലേ വന്ന? ആഗ്രഹം നടന്നില്ലെങ്കിൽ പിന്നെ ശൂർപ്പണഖയുടെ വിധമൊക്കെ മാറിയില്ലേ? ഘോരസ്വരൂപിണിയായി, ആദ്യം സുന്ദരിയായി. ഇതുപോലെയാണ് ആഗ്രഹങ്ങള്. ആദ്യം അപ്പുറത്തെ വീടൊക്കെ കാണുമ്പോ അല്ലേ, അംബാനിയുടെ പോലത്തെ കല്യാണം, ഇനി അങ്ങനത്തെ കല്യാണം വേണം നടത്താൻ, അല്ലേ? നമ്മുടെ ഉള്ള ആൾക്കാർ നമുക്ക് പറ്റാത്തതിൽ അപ്പുറത്തേക്ക് നമ്മൾ ആര് വരും? അപ്പൊ നമ്മുടെ കൂടെ ശൂർപ്പണഖ വരും. എന്നിട്ട് നമുക്കും അതേപോലത്തെ അങ്ങനെ. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഈ രാമായണം വായിക്കുന്നവരിലൊക്കെ ഈ ശൂർപ്പണഖ ആരാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മളെ നമ്മളെ ഏറ്റവും വലിയ കുഴിയിലേക്ക് ചാടിക്കും എന്നുള്ള ഒരു തത്വമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അഹല്യയെ നമുക്ക് മനസ്സിലാക്കാം. അഹല്യാദേവി ഗൗതമ മഹർഷിയുടെ പത്നിയാണ്, അല്ലേ? ബ്രഹ്മാവിന്റെ പുത്രിയും കൂടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ അമ്മയ്ക്ക്, അഹല്യ അമ്മയ്ക്ക് എവിടെ വെച്ചാണ് അബദ്ധം സംഭവിച്ചതെന്നൊന്ന് ആലോചിച്ചു നോക്കേ. ഗൗതമ മഹർഷി കുളിക്കാൻ പോയപ്പോഴാണ് അമ്മയ്ക്ക് അബദ്ധം വന്നത്, ശരിയല്ലേ? ഗൗതമ മഹർഷി ഈ ഇന്ദ്രൻ കാത്തിരിക്കുകയാണേ. അത്രയ്ക്ക് സുന്ദരിയായ അമ്മയാണ് അഹല്യ അമ്മ. അപ്പോ ഈ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഒരു പൂവൻ കോഴിയായിട്ട് വന്നിട്ട് ഉച്ചത്തിൽ കൂകി നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പാവം ഗൗതമ മഹർഷി കുളിക്കാനായിട്ട് പോയി. കുളിക്കാനായിട്ട് ചെന്നപ്പോ ഈ ഗൗതമ മഹർഷി ഗംഗാ നദിയെ തൊട്ടപ്പ ഞെട്ടിപ്പോയി എന്നാ പറയണത്. കാരണം ഗംഗ ഉണർന്നിട്ടില്ല. അപ്പൊ ഗൗതമ മഹർഷിക്ക് മനസ്സിലായി ഇതെന്താ സംഭവിച്ചത്, ഗംഗ ഉണർന്നിട്ടില്ലല്ലോ. ഗൗതമ മഹർഷി കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ മനസ്സിലായി പ്രകൃതിയും ഉറങ്ങിയിരിക്കുന്നു, പ്രകൃതിയും ഉണർന്നെഴുന്നേറ്റിട്ടില്ല, എവിടെയോ ചതി സംഭവിച്ചിട്ടുണ്ട്. ഉടനെ ഓടി ആശ്രമത്തിൽ ചെല്ലുമ്പോ ഗൗതമ മഹർഷിയെ പോലത്തെ ഒരാള് അഹല്യാദേവിയുടെ അടുത്ത് നിന്നും ഇറങ്ങി വരുന്നു. ചോദിക്കും നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ ഇന്ദ്രൻ പറയും ഞാൻ ഇന്ദ്രനാണ് എന്ന് പറയും. ഒരു നാണവും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ,
എന്നിട്ട് പറയൂ, അപ്പൊ എന്താണ്? ശപിക്കും. എങ്ങനെയാണ്? സഹസ്രഭകനായിട്ട് മാറട്ടെ എന്നാ പറയണ. അങ്ങനെ ശാപം കിട്ടുകയാണ് ചെയ്യുന്നത്. അഹല്യദേവിയെ ഗൗതമ മഹർഷി ശപിക്കും. എങ്ങനെയാണ് ശാപമെന്നോ? നമുക്ക് തെറ്റിദ്ധാരണ പറയുന്നുണ്ട്, കല്ലായി പോയി എന്നൊക്കെയാണ് പറഞ്ഞു ഇല്ലേ? ഒരു പാട്ടിലൊക്കെ ഉണ്ടല്ലോ, കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അഹല്യയായി മാറും എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ കഥകളിൽ. പക്ഷെ വാത്മീകി മഹർഷി പറയുന്നത് അഹോരാത്രം പിന്നെ എന്താ പറയണ, ജലപാനമൊന്നുമില്ലാതെ വായു ഭക്ഷിച്ച് അദൃശ്യയായിട്ട് കിടക്കട്ടെ എന്നാണ് പറയണത്, രൂപമില്ലാതെ. മനസ്സിലായോ? അപ്പോൾ ഈ വായു ഭക്ഷിച്ച് കിടക്കട്ടെ എന്നാണ് ശാപം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗൗതമ മഹർഷി അഹല്യയുടെ അടുത്തുനിന്ന് പോയപ്പോഴാണ് ഈ അഹല്യ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായത്. അതായത് ഈശ്വര വിചാരം, ഈശ്വരൻ ഗൗതമ മഹർഷി എന്ന് പറഞ്ഞുള്ള ആത്മബോധമാണ്. ആ ആത്മബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അഹല്യ അമ്മയ്ക്ക് കാമം വന്നത്. മനസ്സിലായോ? അപ്പോ ഈശ്വര വിചാരവും കാമവും കൂടി ഒരുമിച്ചിരിക്കില്ല. കാമമുണ്ടെങ്കിൽ ആരുണ്ടാവൂല? രാമൻ ഉണ്ടാവൂല. സീതാദേവിക്കും പറ്റിയില്ലേ അല്ലേ? സ്വർണമാനിനെ കാമിച്ചപ്പോൾ ആര് പോയി? സീതാദേവിയുടെ അടുത്തുണ്ടായിരുന്നില്ലേ രാമൻ? പക്ഷെ സ്വർണമാനിനെ കാമിച്ച സീത രാമനെ പറഞ്ഞു വിട്ടു അല്ലേ? പിന്നെ എന്തുണ്ടായത് സീതയ്ക്ക്? ഇതുപോലെ അഹല്യാമ്മയുടെ അടുത്തുനിന്ന് ഗൗതമ മഹർഷി പോയപ്പോൾ, ഈശ്വര വിചാരം പോയപ്പോൾ കാമമുണ്ടായി. പിന്നെ എന്ത് ചെയ്തു? ഗൗതമ മഹർഷി ശാപം കൊടുക്കുന്നത് വായു ഭക്ഷിക്കൂ എന്ന് പറഞ്ഞാല് ഈശ്വരനാമം മാത്രമായിട്ട് ഈശ്വരനെ ഭജിച്ച് 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 കാലക്രമേണ മനസ്സ് ശുദ്ധമായി കാമത്തിന്റെ പിടിയിൽ നിന്നും ഈ അമ്മ മോചിതയാവുന്നത് രാമനൻ വന്നു ആ സമയത്ത് അല്ലേ? മനഃശുദ്ധി വന്നപ്പോ രാമൻ തെളിഞ്ഞു. ആ രാമനെ ദർശിക്കാൻ സാധിച്ചു. രാമന്റെ പാതാരവിന്ദങ്ങളിൽ ആ അമ്മ നമസ്കരിച്ചപ്പോൾ അത് അവിടെ ഗൗതമ മഹർഷിയും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അഹല്യ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകണം, നമ്മളിലുള്ള ഈശ്വര വിചാരം നഷ്ടപ്പെട്ടപ്പോഴാണ് വേണ്ടാത്ത വിചാരങ്ങള്, ദുർവിചാരങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം ഒക്കെ നമ്മളിലേക്ക് ജനിക്കുന്നത്. ഇതാണ് നമുക്ക് അഹല്യാദേവി നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. ഇനി നമുക്ക് ആരുടെ അടുക്കിലേക്ക് പോകണം? സീതേനെ കാണണ്ടേ അല്ലേ? ഇത്രയൊക്കെ ആയിട്ട് ഈ രാമൻ ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയും അഹല്യാക്ക് മോക്ഷമൊക്കെ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാമൻ പിന്നെ പോകുന്നത് നദി കടന്ന്, ഗംഗാദേവി നദി കടന്നിട്ട് പിന്നെ ചെല്ലുന്നത് വിദേഹ രാജ്യത്താ. വിദേഹ രാജ്യത്ത് എന്ന് പറയുമ്പോൾ അവിടെയാണ് ആരുള്ളത്? നമ്മുടെ സീതാദേവി ഉള്ളത് അവിടെയാണ്. അപ്പോൾ വിദേഹ രാജ്യത്ത് ചെന്ന് അവിടെയുള്ള സീതാദേവിയെ ആർക്ക് സ്വന്തമാക്കണം? ശ്രീരാമദേവനെ സ്വന്തമാക്കണം. അപ്പോൾ വിദേഹം എന്ന് പറയുമ്പോൾ എന്താണ്? ദേഹബോധമില്ലാത്ത സ്ഥലമാണ് വിദേഹം. ദേഹബോധമില്ല. ദേഹബോധം ഇല്ലാത്തടത്താണ് ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവി ഇരിക്കുന്നത്. ആ സീതാദേവിയെ, ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവി ആ വിദേഹത്താണ് ഇരിക്കുന്നത്. അപ്പൊ ദേഹബോധം ഇല്ലാതെ ആയാൽ മാത്രമേ ബ്രഹ്മവിദ്യയെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഗുരു നമ്മളോട് പറഞ്ഞല്ലേ, തൊലിയും എലുമ്പും അലം ദുരന്തമന്ത കലകളും എന്തും അഹന്തയൊന്നു കാണുക, പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും, വലിയൊരഹന്ത വരാ വരം തരേണം. ഇതുകൊണ്ടൊന്നും പോരാ. നമ്മളിലുള്ള അഹങ്കാരത്തിനെ, അതിനെയും കൂടി രാമനെ, അവിടെ സീതാദേവിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണത്? ആ ചാപം മുറിക്കണ്ടേ? ആ ചാപം മുറിക്കണം എന്നുണ്ടെങ്കിൽ അഹങ്കാരമാകുന്ന ആ ചാപമാണ് രാമന് മുറിക്കാനുള്ളത്. അതിന് ഭഗവാൻ പറയും, നമ്മുടെ മഹാഗുരു നമ്മൾക്ക് ഈ ഇതിന് എവിടെയാണ്? ഈ മണ്ണന്തല ദേവീസ്തവത്തിലാണ് പറയുന്നത്. അറിവ് അഴിഞ്ഞുപോയി എന്നുള്ള പോലെ അങ്കുരിച്ച് നിൻകഴൽ കമലമെൻ കരുത്തിൽ നിലനിർത്തി നിത്യവും അഹന്ത വന്നങ്കുരി ചരിവഴിഞ്ഞുപോയി വിഫലമായി വരാതരുളുകമ്പിക. കേട്ടിട്ടില്ലേ? മണ്ണന്തല ദേവീസ്തവത്തിലാണ്. നിൻകഴൽ കമലമെൻ കരുത്തിൽ നിലനിർത്തി, നിന്റെ പാദകമലങ്ങൾ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അത് എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നിൽ ആര് വരും? അഹന്ത വന്നാൽ അറിവ് അഴിഞ്ഞു പോകും. അപ്പൊ ഈ അറിവുള്ള ആൾക്കാരിലൊക്കെ വേണ്ടത് ഭക്തിയാണ്. ഈ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്രഹ്മവിദ്യ, അറിവ് നിലനിൽക്കുകയുള്ളൂ. ഭക്തിയും വിനയവും എളിമയും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഈ അഹന്തയെ പൊട്ടിച്ചു കളയണം.
എന്നാൽ മാത്രമേ ബ്രഹ്മവിദ്യയായ സീതാദേവിയെ രാമന് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രാമൻ ഈ അഹങ്കാരമാകുന്ന ചാപം മുറിച്ച് സീതാദേവിയെ സ്വന്തമാക്കി, അല്ലേ? ബ്രഹ്മവിദ്യ സ്വന്തമാക്കി. പക്ഷേ ആ ബ്രഹ്മവിദ്യ സ്വന്തമാക്കിയിട്ടും പോയില്ലേ? പോയാ? എപ്പോഴാ പോയത്? വനവാസകാലത്ത്, അല്ലേ? സ്വയംവരത്തിലൊക്കെ വിജയിച്ച് ഭഗവാൻ സീതാദേവിയാകുന്ന ബ്രഹ്മവിദ്യയെ കൊണ്ടുപോന്നു. പക്ഷെ ബ്രഹ്മവിദ്യ വിട്ടുപോവില്ലെന്നാ പറയണത്. ബ്രഹ്മവിദ്യയായ സീതാദേവിയോട് ഭഗവാൻ പറയുന്നുണ്ട്, എങ്ങനെയാണ്? വൈദേഹി പോരേണ്ട ബാലെ, പൈതാഹം കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ, അല്ലേ? ബാലെ നീ വരണ്ട എന്ന് പറഞ്ഞിട്ടും എന്തു പറഞ്ഞു സീതാദേവി? എന്തു പറഞ്ഞു? ഭഗവാനെ, അവിടുന്ന് എവിടെയാണുള്ളത്? കാനനത്തിലാണെങ്കിൽ ആ കാനനമാണ് എനിക്ക് അയോധ്യ, അല്ലേ എന്ന് പറഞ്ഞു സീതാദേവി കൂടെ പോയി എന്നുള്ളതാണ്. അപ്പൊ ബ്രഹ്മവിദ്യ വശമാക്കിയ ആളുടെ അടുക്കൽ നിന്നും പെട്ടെന്നൊന്നും ബ്രഹ്മവിദ്യ പോകില്ല. പക്ഷെ ബ്രഹ്മവിദ്യയെ സംരക്ഷിക്കണം എന്നുള്ള പാഠവും കൂടി നമുക്ക് പഠിക്കുന്നു. എങ്ങനെ സംരക്ഷിക്കും? ആലോചിച്ചു നോക്കൂ. സീതയെ നടുക്ക് നിർത്തിയിട്ടാണ് രാമനും ലക്ഷ്മണനും വനവാസ കാലത്ത് പോകുന്നത്, ഇല്ലേ? ഈ ജീവിതയാത്രയിൽ നമുക്ക് മുറുകെ പിടിക്കേണ്ടതാണ് ബ്രഹ്മവിദ്യയെ. ഈ ബ്രഹ്മവിദ്യയെ നമ്മൾ നടുക്ക് നിർത്തി സംരക്ഷിക്കണം. വനവാസകാലത്ത് സീതയെ കൊണ്ട് പോകുന്നത് എവിടേക്കാണ്? സംരക്ഷിച്ച് കൊണ്ടുപോയില്ലേ? രാമൻ മുന്നിൽ നടന്നു, പിന്നില് ലക്ഷ്മണൻ നടന്നു. ദണ്ഡകാരണ്യത്തിലെത്തിയപ്പോഴാണ് രാമൻ മുന്നിൽ നടക്കുന്നത്. വലിയ വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം രാമൻ മുന്നിൽ നടന്ന് സീതയെ നടുക്ക് നിർത്തി, ബ്രഹ്മവിദ്യയെ നടുക്ക് നിർത്തി സംരക്ഷിച്ചു. നമ്മൾ ഈ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ ഈ ജീവിതയാത്രയിൽ? ഈ ബ്രഹ്മവിദ്യയെ ഈ ജീവിതയാത്രത്തിൽ മുറുകെ പിടിക്കണം എന്നുള്ള സന്ദേശമാണ് സീതാദേവിയെ മുറുകെ പിടിക്കണം എന്നുള്ള സന്ദേശമാണ് നമുക്ക് രാമായണം പകർന്നു തരുന്നത്. മുന്നിൽ നിർത്തിയാലും പിടിച്ചോണ്ടു പോവും, പുറകിൽ നിർത്തിയാലും പിടിച്ചോണ്ടു പോവും. അതിന് നടുക്ക് നിർത്തി സംരക്ഷിച്ചു. ഇവര് പോകുന്നതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഓരോരോ ആശ്രമങ്ങളിലേക്കാണ് അവർ പോകുന്നത്. അവിടെയൊക്കെ ആശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ ആ ബ്രഹ്മവിദ്യ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മൾ എത്രമാത്രം സമയം നമ്മളുടെ സുസ്വരൂപത്തിനെ, നമ്മളിലിരിക്കുന്ന നമ്മുടെ ചൈതന്യത്തെ എത്രമാത്രം നമ്മൾ വിചാരം ചെയ്യുന്നുണ്ട്? ഇപ്പോ ഇത്രയും നേരം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രഹ്മവിദ്യയെ, നമ്മുടെ ആ സീതാദേവിയെ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം കിട്ടിയാൽ എത്ര നേരം നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ നമ്മൾ പരദൂഷണം എന്ന് പറയൂല കേട്ടാ, ഇവിടെ പറയൂല, അല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാനാണ് എളുപ്പവും ഇഷ്ടവും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ച് പറയാൻ നേരെയില്ല. നമ്മളെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പറയേണ്ടത്. അപ്പോ അതൊക്കെയാണ് സീതാദേവി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സീതാദേവി, അല്ലേ, പാവം രാജകുമാരിയായിട്ട് ഇരുന്നേച്ച ആ അമ്മയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തില് അറിയുന്നത് കാട്ടിലേക്ക് പോകുന്നു എന്ന്. അപ്പൊ വിചാരിച്ചതല്ല നടന്നത്, അല്ലേ? മനുഷ്യനൊന്ന് ചിന്തിക്കും, മറ്റൊന്ന് നടന്നിടും, മതി സീതയെ അലങ്കാരം, അഭിഷേകം ഇനി നടക്കല എന്ന് വള്ളത്തോട് പാടി, അല്ലേ? മനുഷ്യനൊന്ന് ചിന്തിക്കും, നമ്മളൊന്ന് ചിന്തിക്കില്ലേ? മറ്റൊന്ന് നടന്നിടും, മതി സീതയെ അലങ്കാരം, അഭിഷേകം ഇത് നടക്കല എന്ന് പറഞ്ഞിട്ടും ആ അമ്മ തളർന്നോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ കാട്ടിലെ എന്താ പറയണ, നദി കടക്കുമല്ലോ. നമ്മളൊന്ന് വായിക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവരുടെ കൂടെ പരിവാരങ്ങൾ എല്ലാവരും ഉണ്ടായില്ലേ രാമന്റെ ഒപ്പം? അവരുറങ്ങിക്കിടന്നപ്പോഴാണ് ഇവര് നദി കടന്നു പോയത്. അതിന്റെ തത്വം എന്താണെന്ന് വെച്ചാൽ വളരെ സുന്ദരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. എന്താണെന്നറിയോ? നമ്മള് ഈ അമ്മയും ഈ രാമനും ലക്ഷ്മണനും സീതാദേവിയും നദി കടന്നപ്പോൾ അവരുടെ ബന്ധുമിത്രാദികളെയൊക്കെ ഉപേക്ഷിച്ചിട്ടാ പോയത്, ശരിയല്ലേ? അവര് ഉറക്കിക്കിടത്തിയിട്ടാ പോയത്. അതായത് നമ്മൾ പോകുമ്പോ ഈ പ്രാരബ്ധമാണ് ഇതൊക്കെ, ഈ ചിന്തകൾ. അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന കാട്ടിൽ ഇവർക്ക് വല്ല സുഖവും കിട്ടോ? അവര് കാട്ടിൽ എങ്ങനെയാ ജീവിച്ചത്? സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത്. ഈ പ്രാരബ്ധങ്ങളൊക്കെ ആ വഴിയിൽ ഉപേക്ഷിച്ചു, അവരൊക്കെ പറഞ്ഞു വിട്ടു. നമ്മളും നമ്മുടെ ജീവിതയാത്രയിൽ സുഖം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദുഷ്ചിന്തകളും അല്ലാത്ത ചിന്തകളും ഒക്കെ നമ്മൾ അപ്പപ്പ ഡിലീറ്റ് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞേക്കുക. എന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രാരബ്ധമില്ലാതെ സന്തോഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ അമ്മ
വസിഷ്ഠ മഹർഷി അമ്മയെ പറ്റി പറയുമ്പോഴേ ഈ വസിഷ്ഠ മഹർഷിനോട് ഈ ദശരഥ മഹാരാജാവ് അഭിഷേകം ഭഗവാന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, ശ്രീരാമന് ചെയ്യാൻ പോകുമ്പോൾ മുഖ്യന്മാരെയൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും, എന്തൊക്കെ ഗുണങ്ങളാണ് രാമനുള്ളത് ഈ രാജാവാകണതിന് എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ഗുണങ്ങൾ പറയും. അപ്പോ അതില് വസിഷ്ഠ മഹർഷി, ഇപ്പൊ ശിവദാസൻ ചേട്ടൻ പറഞ്ഞത് സുഗതൻ സാറ് പറയാൻ പാടില്ല. അപ്പൊ വളരെ ശ്രദ്ധിച്ചിരിക്കുവാണ് എന്തൊക്കെ ഗുണങ്ങളാണ് രാമനുള്ളത്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഗുണങ്ങൾ പറയുമ്പോ വസിഷ്ഠ മഹർഷിയുടെ ഊഴം വന്നപ്പോ വസിഷ്ഠ മഹർഷി എന്താ പറഞ്ഞെന്നറിയോ? ശ്രീരാമചന്ദ്ര ഭഗവാനെ ഞാൻ കാണുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സീതാദേവിയെ പോലെ ഉത്തമയായ ഒരു സ്ത്രീരത്നത്തെ വിവാഹം ചെയ്തു എന്നുള്ളതാണ്, ഭാര്യയായി കിട്ടി എന്നുള്ളതാണ് ശ്രീരാമന് വസിഷ്ഠ മഹർഷി കണ്ട ഒരു ഗുണമെന്ന്. ആലോചിച്ചു നോക്കിയേ. എന്താണെന്ന് വെച്ചാൽ സുന്ദരകാന്ഡത്തിലെ ശ്രീരാമൻ കാര്യാർത്ഥം നമ്മുടെ ഹനുമാൻ സ്വാമി സീതാദേവിയെ കാണുന്നുണ്ടല്ലേ? ഇവിടെ വെച്ചാ കാണുന്നത്, അശോകവനയിൽ വെച്ച് അല്ലെ, ശിംശുഭാഷത്തിന്റെ അല്ലെ, അവിടെ വെച്ച് കാണുമ്പോ ചോദിക്കുന്നുണ്ട്, ഭവതി അവിടുന്ന് ആരാണ് എന്ന് ചോദിക്കും. അപ്പോ സീതാദേവി പറയുന്ന ഒരു ഉത്തരവുണ്ട്, സ്നുഷാം ദശരഥസ്യാഹം, ഞാൻ അഹം ദശരഥസ്യ സ്നുഷാം എന്നാ പറയാ. എന്ന് വെച്ചാൽ ഞാൻ ദശരഥന്റെ മരുമകളാണെന്ന് ആദ്യം പറഞ്ഞതാ. ഞാൻ രാമന്റെ ഭാര്യയാണെന്നല്ല പറഞ്ഞത് സീതാദേവി. എന്താ പറഞ്ഞത്? ഞാൻ ദശരഥന്റെ മരുമകളാണെന്നാ പറഞ്ഞത്. പിന്നെ പറഞ്ഞു അസ്യസ ജനകാത്മജ, ഞാൻ ജനകാത്മജയാണ്, ജനകന്റെ പുത്രിയാണെന്ന് പറഞ്ഞു. പിന്നെയാണ് പറഞ്ഞത് രാമന്റെ പത്നിയാണെന്ന്. അപ്പോൾ സീതാദേവി, ഇന്ന് നമ്മുടെ കുട്ടികള് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ സീതാദേവിയെ പോലെ മാതൃകയുള്ളവരായിട്ട് മാറണം നമ്മളും, അല്ലേ? ആ വീടിനെ ആദരിക്കുന്നവളും സ്നേഹിക്കുന്നവളുമായിട്ട് മാറേണ്ടത് ആ വീട് സ്വന്തം മിത്രങ്ങൾ തന്നെയാണ് എന്നുള്ള ആ ഒരു വിചാരമാണ് നമ്മളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ഇപ്പോഴാണ് അതൊക്കെ വളരെയധികം കുറവ് വന്നേക്കണം. അപ്പോ അങ്ങനെ ഒരു മേന്മ വസിഷ്ഠ മഹർഷി സീതാദേവിയിൽ കണ്ടെത്തിയാണ്. പിന്നെ അതുപോലെ ആ അമ്മ ഹനുമാൻ സ്വാമി അമ്മയെ ലങ്കയിൽ വെച്ച് കണ്ടപ്പോൾ എന്താ പറഞ്ഞ? എടുത്തോണ്ട് പൊക്കോളാം, ഇപ്പൊ തന്നെ കൊണ്ട് രാമനെ കാണിക്കാന്ന് പറഞ്ഞു. പക്ഷെ സീത എന്താ പറഞ്ഞ? എനിക്ക് ശ്രീരാമൻ തന്നെ വരട്ടെ, ഹനുമാൻ മകനെ, നിന്റെ ഇംഗിതം ഞാൻ അറിയുന്നു, ശരിയാണ്, പക്ഷെ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ രാമൻ തന്നെ വന്ന് എന്നെ കൊണ്ടുപോട്ടെ, എന്റെ ദേഹത്ത് രാമനല്ലാതെ മറ്റൊരാള് തൊടുന്നത് എനിക്ക് തൊടാൻ പാടില്ല. അപ്പൊ ഒരു പതിവ്രതയായ ഒരു സ്ത്രീരത്നത്തെയാണ് നമ്മൾക്ക് സീതാദേവിയിലൂടെ കാണാൻ സാധിക്കുന്നത്. അവിടെ സീതാദേവിക്ക് പറ്റിയ ഒരു ഒരു ബന്ധം നമുക്ക് കാണാൻ പറ്റുന്നത് ലക്ഷ്മണനോടാണ്, അല്ലെ? ലക്ഷ്മണൻ സീതാദേവിയോട് പറയുന്നുണ്ട്, അല്ലെ? ആ മാരീചൻ ഒച്ചയെടുത്തപ്പോൾ ഇത് എന്റെ ജ്യേഷ്ഠന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി എന്തു പറഞ്ഞു? കുറെ കൊള്ളി വാക്കൊക്കെ പറഞ്ഞു. അതിനെ ചിന്താവിഷ്ടയായ സീതയില് കുമാരനാശാൻ പറയുവാണ്, കനിവാർന്നനുജാ പൊറുക്ക നീ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. അനിയാ, നീ പൊറുക്കണം, നിനയാതെ ഓതിയ കൊള്ളിവാക്കുകൾ നീ പുറക്കണം. അതിന്റെ ഫലം സീത അനുഭവിച്ചല്ലേ? കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു. ആരാണെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ, എന്ത് ശരി തെറ്റ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കാതെ പോകില്ല. സീതാദേവി കൂടി അതിന് നമുക്ക് ഉദാഹരണമായിട്ട് കാണിച്ചു തരികയാണ്. അതുപോലെ സീതാദേവി നമ്മുടെ ശ്രീരാമചന്ദ്ര പട്ടാഭിഷേകമൊക്കെ എല്ലാം കഴിഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം ഒരു അശ്വമേധ യാഗം നടക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീരാമചന്ദ്രനെയും തെറ്റിദ്ധരിച്ചു. അല്ലേ, ഒരു ഭാര്യയില്ലാതെ ഈ യജ്ഞം നടക്കില്ല, അങ്ങനെയാണെങ്കിൽ ശ്രീരാമൻ ഇനി വേറെ വിവാഹം കഴിക്കുമോ എന്നുവരെ ഈ പാവം സീതാദേവി വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച മാത്രയിൽ തന്നെ അത് നമ്മുടെ വാത്മീകി മഹർഷി കാണിച്ചു കൊടുക്കണേണ് ഈ അമ്മയ്ക്ക്. അവിടെ സ്വർണ്ണ വിഗ്രഹത്തിലെ അമ്മയെ പണിയിച്ചിരുത്തി. അപ്പൊ ആ രാമനെ തെറ്റിദ്ധരിച്ചതിൽ പാവം സീതാദേവി അപ്പൊ തന്നെ, വെറുതെ വിചാരം കൊണ്ടാണ് തെറ്റ് ചെയ്തത്, അപ്പൊ തന്നെ അതിന് പാപപരിഹാരമായിട്ട് ലളിതാ സഹസ്രനാമം, ലളിതാദേവിയെ ഉപാസിച്ച്, അവിടെയാണ് ലളിതാ സഹസ്രനാമം നമുക്ക്
ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ സീതാദേവി നമ്മളെ പഠിപ്പിച്ചു തരുന്ന പാഠമാണ്. ഒരു പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തകർന്നു പോവാതെ ജീവിക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ ഒരു രാജകുമാരിയായിരുന്നു അല്ലേ സീതാദേവി. അവിടെ നിന്നാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ഒരു കുട്ടികൾക്ക് വിചാരിച്ച ഒരു കോഴ്സ് കിട്ടിയില്ല എന്ന പേരിൽ അവര് ആത്മഹത്യ ചെയ്യുന്നു. ശരിയല്ലേ? നല്ല ഒരു ജീവിതം ഞാൻ വിചാരിച്ചതുപോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിചാരിച്ച് ആ കിട്ടിയ ജീവിതം നശിപ്പിച്ചു കളയുന്നു. ഇവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണ് ജീവിതം എന്ന് വെച്ചാൽ. അല്ലാതെ നിസാരമായ വെറുതെ പ്രതിസന്ധി ഇല്ലെങ്കിൽ അത് ജീവിതമല്ലെന്നാ പറയുന്ന. കടല് പോലെയാണ് ജീവിതം. കടലിൽ എന്തുണ്ടാവും? തിരമാലകൾ ഉണ്ടാവും. ഈ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മുക്കുവന്മാര് പോയി അവിടെ പോയി അല്ലേ മീൻ പിടിച്ചോണ്ട് പോരും. അതിന് വിദ്യ അവർക്കറിയാം. അതുപോലെ ജീവിതമാകുന്ന യാത്രയിൽ പ്രതിസന്ധികൾ വരും. അതിനെ തരണം ചെയ്ത് ആ വരുന്ന ഉയർന്ന തിരമാലകളെ കീറി മുറിച്ചു കൊണ്ടിട്ട് പോയി ആ നമ്മുടെ ജീവിത സാക്ഷാത്കാരത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മവിദ്യയായ സീതാദേവി തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇതൊക്കെയാണ് സീതാദേവി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതുപോലെ ഈ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ ഒരു കാര്യം കൂടി നമുക്ക് സീതാദേവി പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളുന്നോരു അരുളാൻ നോറ്റൊരു നല്ല ബന്ധുവും, ക്ഷമയെ പോലെ ഒരു നല്ല ബന്ധുവും, വ്യഥ പോലെ അറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ല താൻ. എന്തൊരു നല്ല ഉപദേശമാണല്ലേ അല്ലേ? എന്താണ്? ആ ക്ഷമ പോലെ നല്ലൊരു ബന്ധുവും, നമ്മളുടെ വ്യഥ പോലെ ദുഃഖം പോലെ അറിവോതിടുന്ന ഒരു സദ്ഗുരുവും മർത്യന് വേറെയില്ല. നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടത്തില് നമ്മൾക്ക് ഒരുപാട് കഴിവുകളാണ് നമുക്ക് ഭഗവാൻ നമുക്ക് നേടിത്തരുന്നത്. അത് നമ്മൾ അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ സീതാദേവി നമ്മളെ അങ്ങനെയൊക്കെയുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നു. സമയം ഒത്തിരി ആയോ സാറേ? ഇനി നമുക്ക് കുറച്ചുകൂടി വേഗം നമുക്ക് ശ്രുതകീർത്തി ഉണ്ടല്ലേ, പിന്നെ ആരുണ്ട്? ഇതൊക്കെ ഇവരെയൊക്കെ നമ്മൾ പഠിക്കും. ചില കഥാപാത്രങ്ങളൊക്കെ സൈലന്റ് ആയിട്ടാണ് നിൽക്കണം. മാണ്ഡവി ഉണ്ട്, ശ്രുതകീർത്തി ഉണ്ട്, പിന്നെ നമുക്ക് ഞാൻ ഒരാളെ എന്താ മറന്നുപോയേ, ആരാത്? ശ്രുതകീർത്തി, മാണ്ഡവി, ഊർമിള അല്ലേ, ലക്ഷ്മണന്റെ ഭാര്യയുണ്ട്. അപ്പൊ ഇവരൊക്കെ ആരാണെന്ന് നോക്കാം. ശ്രുതകീർത്തി എന്ന് പറഞ്ഞാല് നല്ല കീർത്തി കേട്ടവൾ, പേര് കേട്ടവൾ എന്നാണ് ആ വാക്കിനർത്ഥം. ഈ വാക്കിനർത്ഥം പേര് കേട്ടവളെന്ന്. പേര് കേട്ടവളെ കിട്ടിയത് ആർക്കാണ്? ശത്രുഘ്നനാണ് കിട്ടിയത്. ശത്രുഘ്നൻ എന്ന് വെച്ചാൽ ശത്രുക്കളെയൊക്കെ സംഹരിച്ചവനാണ് ശ്രുതകീർത്തിയെ കിട്ടിയത്. ശത്രുഘ്നൻ എന്ന് പറയുമ്പോൾ ആരെയാണ് സംഹരിച്ചത്? ശത്രുക്കൾ ആരാണ്? നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ആണോ ശത്രുക്കള്? നമ്മുടെ ശത്രുക്കളും നമ്മൾ തന്നെ. നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളാണ് നമ്മുടെ ശത്രുക്കള്. അപ്പൊ കാമക്രോധ ലോപമോഹ മത മത്സര്യാദികളാകുന്ന ശത്രുക്കളെ സംഹരിച്ചവനായ ശത്രുഘ്നനാണ് പേര് കേട്ട ശ്രുതകീർത്തിയെ. പേര് കിട്ടുന്ന നല്ല പേര്, നല്ല പേര് കിട്ടിയത് ആർക്കാണ്? ശ്രുതകീർത്തി. അത് ലക്ഷ്മണനാണ്. ഇനി ഇങ്ങനെ നല്ല കാമക്രോധ ലോപമോഹ മത മത്സര്യങ്ങളൊക്കെ ഒഴിഞ്ഞ മനസ്സ് എങ്ങനെയായിരിക്കും? ബുദ്ധി തെളിഞ്ഞിരിക്കും അല്ലേ? നമ്മളിൽ പല പല വികാരങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധി തെളിയോ? ഉണ്ടാവില്ല. അതിലായിരിക്കും ശ്രദ്ധ. അപ്പൊ ഇത് നമ്മളുടെ മനോമാലിന്യങ്ങളൊക്കെ കഴുകി കളഞ്ഞിരിക്കുന്ന ആ വ്യക്തിയുടെ ബുദ്ധി തെളിഞ്ഞിരിക്കും. അങ്ങനെയുള്ള ആ മാണ്ഡവിയെ കിട്ടിയത് ആർക്കാണ്? ഭരതനാണ്. ഭരതൻ എന്ന് വെച്ചാൽ ഭരണ നിപുണനാണ്. ഭരണത്തിൽ നിപുണനായിരിക്കും ആ വ്യക്തി. ആ തെളിഞ്ഞ ബുദ്ധി മാണ്ഡവി. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ മാണ്ഡവിയെ കിട്ടിയ ഭരതനാണ്. ഭരണ നിപുണനായിരിക്കും. എന്തില് ഭരണ നിപുണനാണ്? രാജ്യം ഭരിച്ചതുകൊണ്ട് കാര്യമൊന്നും ആയിട്ടില്ല അല്ലേ? നമ്മളുടെ തന്നെ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ഭരിച്ച് നമ്മൾ നിയന്ത്രിക്കണം. അല്ലാതെ ഇന്ദ്രിയങ്ങൾ പോകുമ്പോ ഇന്ദ്രിയങ്ങൾ പോണ വഴിക്കല്ല നമ്മൾ പോകുന്ന. അവര് നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാക്കി ഈ ശരീരമാകുന്ന രാജ്യത്തെ ഭരിക്കാൻ, മനസ്സിനെയും ഒക്കെ ബുദ്ധിയെയൊക്കെ ഭരിക്കാൻ കഴിവുള്ള ഭരണ നിപുണനായ ഭരതനാണ് മാണ്ഡവിയെ കിട്ടുന്നത്. ഇങ്ങനെ ആ തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ ആ ആളുടെ മനസ്സ് എങ്ങനെയായിരിക്കും? നൈർമല്യമുള്ള മനസ്സായിരിക്കും അല്ലേ? അതാണ് നിർമ്മലമായ മനസ്സല്ലേ അവരുടെ. അങ്ങനെയുള്ള ആ നിർമ്മലമായ മനസ്സ് ആണ് ഊർമിള.
ഊർമിള എന്ന് പറഞ്ഞാൽ ശാന്തവും സൗമ്യവുമായ നല്ല തെളിഞ്ഞ നല്ല മനസ്സിനുടമയാണ് ഊർമിള, ശരിയല്ലേ? ഊർമിളയുടെ പാദങ്ങളാണ് ശ്രീരാമദേവൻ ആ കാനനവാസം കഴിഞ്ഞു വന്നിട്ട് ആദ്യം പോയിട്ട് ആ ഊർമിളാദേവിയുടെ പാദങ്ങളാണ് നമസ്കരിക്കുന്നത്. ആ ഊർമിളാദേവിയുടെ ത്യാഗം. അപ്പൊ ഊർമിളയെ കിട്ടുന്നത് ആർക്കാണ്? ലക്ഷണമൊത്ത അങ്ങനെ ലക്ഷണമൊത്ത ആൾക്കാരെ കാണുമ്പോ അറിയാൻ പറ്റും അവരുടെ കൂടെ ആരുണ്ട്? ഊർമിളയുണ്ട്. ലക്ഷണമൊത്ത ലക്ഷ്മണ കുമാരനാണ് ഊർമിളയെ കിട്ടുന്നത്. ഇനി ആ ഇത്രയും ഒക്കെ ലക്ഷണമൊത്ത അവർക്കാണ് ബ്രഹ്മവിദ്യ കൈവശമുണ്ടാവുള്ളൂ. അതാർക്കാണ്? രാമനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. നമ്മൾ എല്ലാവരും പരിപൂർണരാണ്. അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലമൻ ഔഷധം, അയോഗ്യ പുരുഷൻ നാസ്തി, യോജകസ്തത്ര ദുർലഭ എന്നാ പറയണം. എന്താണ് അമന്ത്രം അക്ഷരം നാസ്തി എന്ന് പറഞ്ഞാല് ആ ചേരാത്ത ഒരു മന്ത്രവുമില്ല. അതുപോലെ എല്ലാ സസ്യങ്ങളുടെയും എല്ലാ ഔഷധ സസ്യങ്ങളുടെ മൂലം വേരില് വരെ ഔഷധ ഗുണം ഉണ്ടാവില്ലേ? അതുപോലെ അയോഗ്യ പുരുഷോ നാസ്തി, അയോഗ്യരായ ഒരു പുരുഷന്മാരും ഇല്ല. പക്ഷെ യോജകസ്തത്ര ദുർലഭ, ഇവരെ യോജിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവരും ഓൾറെഡി നമ്മൾ പരിപൂർണതയിലാണ്, പക്ഷെ അത് വികസിപ്പിച്ചെടുക്കണം. രാമായണം ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഒരു പൂർണ്ണനായ മനുഷ്യനെ അവനെ വീണ്ടും അതിനെ വികസിപ്പിച്ചെടുക്കുകയാണ്, പരിപൂർണതയെ വികസിപ്പിച്ചെടുക്കുന്നതാണ് രാമായണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ രാമായണത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇങ്ങനെ വെറുതെ നമ്മൾ വായിച്ചു പോയാൽ പോരാ. ഇവിടെ ഇപ്പൊ നടക്കുന്നത് അത്യന്തം മനോഹരമായ കാര്യമാണ്. കണ്ടോ, ഓരോ വിഷയത്തിലും അതിലാണ് അവര് ഈ സംഘടനാ സാരഥികൾ, ഇവിടുത്തെ ഈ പോണേക്കര ജനങ്ങള്, ആത്മമിത്രങ്ങള് ഇങ്ങനെ ഓരോ കഥാപാത്രത്തെയും എടുത്തൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഇന്നത്തെ സമൂഹത്തില്, ഇന്നത്തെ ആധുനിക കാലത്ത്, തിരക്ക് പിടിച്ച കാലത്ത് ഇങ്ങനെ എടുത്ത് ചർച്ച ചെയ്താൽ മാത്രമേ രാമായണത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും, സാധാരണക്കാരാണ് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. എന്നാലേ നമുക്ക് രാമായണത്തിന്റെ ആ വേദസാര സംഗ്രഹം തന്നെ ആയ രാമായണത്തിനെ നമുക്ക് വിവേചിച്ച് അതിന്റെ തത്വങ്ങളെയും ദർശനങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് ഇനി കുറെ കഥാപാത്രങ്ങളൊക്കെ അനങ്ങാതിരിക്കുന്നുണ്ട്. താരയുണ്ട് ഇതില്. താര അതാരാണ്? ബാലിയുടെ ഭാര്യയാണ്. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാല് വിവേകവും അവിവേകവും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. രാമൻ ആരുടെ കൂടെ ആയിരുന്നു? രാമൻ സുഗ്രീവന്റെ കൂടെ ആയിരുന്നു. പക്ഷെ സുഗ്രീവനേക്കാളും ബലശാലിയായിരുന്നു ആര്? ബാലി. അവിവേകം വിവേകത്തെക്കാളും കൊട്ട പിടിച്ചു നിൽക്കുന്ന ബലമുണ്ടാവും. പക്ഷെ രാമൻ സുഗ്രീവന്റെ കൂടെ ചേർന്നു, അല്ലേ? വിവേകത്തിന്റെ കൂടെ നിന്നത്. ഈ ബാലിയിലെ അവിവേകം ആകുന്ന പക്ഷേ നമ്മളുടെ മനസാക്ഷി വല്ലതും മനസാക്ഷിയോട് സംസാരിക്കാറുണ്ടോ? നമ്മള് ഒന്ന് സംസാരിച്ചു നോക്കുക. സംസാരിക്കും, പക്ഷെ ഇപ്പൊ സംസാരിക്കണമെന്നില്ല. കാരണം നമ്മൾ സംസാരിക്കാറില്ല അതിനോട്. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഈ മനസാക്ഷി പറയും അത് ചെയ്യണ്ടാട്ടോ, തെറ്റാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ പറയും? പിന്നെ ഒന്ന് പൊയ്ക്കേ. മനസാക്ഷി പറഞ്ഞ കേൾക്കില്ല, നമ്മൾ നമ്മുടെ വഴിക്ക് പോവും. അപ്പൊ ഈ മനസാക്ഷിക്ക് പ്രയാസം ഉണ്ടാവുന്ന പറയണ. ആ മനസാക്ഷി വിങ്ങുന്ന് മിണ്ടില്ല. രണ്ടാമത് ചെയ്യാൻ പോകുമ്പോ ഈ മനസാക്ഷി അയ്യോ അരുതരുത് അത് ചെയ്യല്ലേട്ടാ എന്ന് പറയും. ഒട്ടും കൂട്ടാക്കൂല. അപ്പ പോയിക്കോട്ടെ, മിണ്ടാതിരുന്നോളണോ എന്ന് പറയും. അപ്പൊ ഈ പാവം മനസാക്ഷി പിടയും എന്നാ പറയണ. നമ്മുടെ മനസാക്ഷി പിടയും. അതൊന്നും നമ്മൾ അറിയണില്ല. പിന്നെ ആ മനസാക്ഷി ഒന്നും മിണ്ടൂല. പിന്നെ അത് മരവിച്ച് പിന്നെ അത് ചത്തുപോയി. അപ്പൊ നമ്മുടെ മനസാക്ഷിയൊക്കെ ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കണം. ചത്തോ, ജീവിച്ചോ, മരവിച്ചോ, എങ്ങനെയാണ്, ഏത് കണ്ടീഷനിലാണ്? ഇങ്ങനെയൊക്കെ നമ്മുടെ താര നമ്മളെ ഈ ബാലിയെ ഉപദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരുന്നു താര. ഇന്റർപേഴ്സണൽ സ്കില്ലും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? ലക്ഷ്മണനെ കണ്ടോ? ലക്ഷ്മണൻ ദേഷ്യം പിടിച്ചു വന്നിരുന്നു യുദ്ധത്തിനായിട്ട്, അല്ലേ? സുഗ്രീവൻ മറന്നുപോയി. സുഗ്രീവൻ മഴയൊക്കെ കഴിഞ്ഞിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ലക്ഷ്മണൻ ചെന്നു. ലക്ഷ്മണൻ ദേഷ്യത്തിലാ ചെന്നത്. ലക്ഷ്മണനെ അനുനയിപ്പിച്ചതാരാണ്? താരയാണ്. ആ വാനര വംശത്തിലെ തന്നെ ഉപദേശക സമിതി ഉപദേശം കൊടുക്കുന്നത് ഈ താരയായിരുന്നു.
അല്ലെ? പഞ്ചരത്ന കന്യകകളിൽ ഒരാളായിരുന്നു താര. 4 പേരും രാമായണത്തിൽ നിന്നാണ് അല്ലെ? കുന്തി ദേവിയാണ്, കുന്തിയല്ല, പിന്നെ ദ്രൗപദിയാണ് 5ാമത്തെ. ആരൊക്കെയാണ്? സീത, ദ്രൗപദി, പിന്നെ ആരാണ്? താര, അഹല്യ. അപ്പൊ 5 കന്യകാരത്നങ്ങളിൽ 4 വന്നേക്കുന്നത് ആരാ? എവിടെ നിന്നാണ്? രാമായണത്തിൽ നിന്നാണ്. ഇവിടെ നമുക്കൊന്ന് കുന്തിദേവി പറയുന്നുണ്ട് കേട്ടോ. ഈ പിന്നെ നമ്മുടെ ആരാണ് കൈകേയി പറയില്ലേ, കൈകേയി ദേവി പോയിട്ട് മോഹത്തിൽ പെട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ? മകനെ രാജാവാക്കണം എന്നുള്ള ഇതില് ആ അമ്മയുടെ സകല വിവേകവും നഷ്ടപ്പെട്ടു. അവിടെ കുന്തിദേവി ചൊല്ലുന്ന ഒരു കാര്യമുണ്ട്, മോഹങ്ങൾ വന്നു, അങ്ങനെയല്ല പാടുന്നത്, രോഗങ്ങൾ മാറി സുഖമായി കഴിഞ്ഞാൽ മോഹങ്ങൾ വന്നു മനസ്സിലേറി, കൃഷ്ണ നിന്റെ പാദങ്ങൾ മറക്കുമെങ്കിൽ ആരോഗ്യമേ മേലിൽ എനിക്കു വേണ്ട. കുന്തിദേവി അങ്ങനെയാണ് പാടിയത്. രോഗങ്ങൾ മാറി സുഖമായി കഴിഞ്ഞാൽ, ഈ ഭവരോഗങ്ങളൊക്കെ, ഈ സംസാര രോഗങ്ങളൊക്കെ, പ്രതിസന്ധികളൊക്കെ എല്ലാം മാറി സുഖമായി കഴിഞ്ഞാൽ, ഭഗവാനെ നിന്റെ പാദങ്ങൾ ഞാൻ മറന്നു പോകുമെങ്കിൽ, ആ ധൈര്യമായിട്ട് കുന്തിദേവി പറഞ്ഞു എനിക്ക് ആരോഗ്യമേ വേണ്ടെന്ന്. ആ അമ്മയ്ക്ക് നമ്മളെ പാഠം പഠിപ്പിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? ഇതിനുശേഷം നമുക്കൊരു സുരസ എന്ന് പറഞ്ഞൊരു നാഗമാതാവാണ് ഹനുമാന് വഴിമുടക്കിയത്. ഹനുമാനും ലങ്കയിലേക്ക് രാമകാര്യാർത്ഥമായിട്ട് പോവുകയാണ്. അവിടെ നമ്മളും ഈ ഈശ്വര കാര്യങ്ങൾക്കായിട്ട് വരുമ്പോ സുരസയൊക്കെ വരും. അവര് ദേവന്മാര് തന്നെ നമ്മളെ വിടും. നമുക്ക് നോക്കാം, ഇവരെ ഒന്ന് പരീക്ഷിക്കാം എന്നോർത്തിട്ട് ഈ ഹനുമാനെ പരീക്ഷിക്കാൻ വിട്ടാണ് സുരസേനെ. സുരസ എന്തായി? നാഗമാതാവാണ്. സുരസ വന്ന് ഹനുമാന്റെ മുമ്പിൽ വാ വിളർന്ന് നിൽക്കും അല്ലേ? അവിടെ ഹനുമാൻ എന്താ ചെയ്തത്? കുഞ്ഞായിട്ട് നിന്നിട്ട് ആ അമ്മയോട് പറയും, എനിക്ക് എന്നെ അടുത്തേക്ക് എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോ പറയൂ, എന്നെ തോപ്പിച്ചിട്ട് നീ പോയാ മതി എന്ന് പറയൂ അല്ലേ? എന്ത് ചെയ്യും? ഹനുമാൻ കുഞ്ഞായിട്ട് വന്ന്, ആ ഹനുമാന്റെ എളിമയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അത്രയ്ക്ക് വലിയ ഹനുമാൻ കുഞ്ഞായിട്ട് അമ്മയുടെ വായിൽ കയറി വയറ്റിൽ വരും. വയറ്റിൽ വന്നിട്ട് അവിടെ കുറച്ച് മുട്ടും തട്ടൊക്കെ കൊടുത്തിട്ട് വീണ്ടും ചെവി കൂടി പുറത്തോട്ട് വരും. എന്നിട്ട് അമ്മയോട് എന്തു പറയും? അമ്മേ, ഇപ്പൊ എന്റെ അമ്മയായി. കാരണം വയറ്റിൽ ചെന്നില്ലേ? അപ്പൊ അമ്മയായി. ഇനി അമ്മയ്ക്ക് എന്നെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റും? അതോടുകൂടി സുരസ വീഴും അല്ലേ? അവിടെയാണ് ബുദ്ധി. ആ പിന്നെ നമ്മുടെ ഹനുമാന്റെ ബുദ്ധി വൈഭവം പരീക്ഷിച്ചറിയാൻ നമ്മുടെ ദേവന്മാര് വിട്ടതാ. അവിടെ ബുദ്ധി വേണം. അതുപോലെ തന്നെയാണ് സിംഹിക വന്നതും. ഇതൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളാട്ടോ. സിംഹിക വന്നതും, സിംഹികയും ഈ ഹനുമാന്റെ മുമ്പില് ഹനുമാന്റെ എങ്ങനെയാണ് പോകുമ്പോ നിഴലാണ് പിടിച്ചു നിർത്തുന്നത് ഹനുമാന്റെ അല്ലെ? ഹനുമാൻ ഒന്ന് താഴെ നോക്കി, അപ്പൊ എന്താ പറയണ, വെള്ളം പറയോ എന്താ പറയും, അയ്യോ ഞാനല്ലട്ടോ പിടിച്ചു നിർത്തിയത്. ആകാശത്തോട്ട് നോക്കുമ്പോ ആകാശം പറയും, അയ്യോ ഞാനല്ലേ. അപ്പോഴാണ് സൂക്ഷിച്ചു നോക്കുമ്പോ അതാ സിംഹിക. പക്ഷെ സിംഹികയുടെ അടുത്ത്, സുരസയുടെ അടുത്ത് എടുത്ത ആ ഒരു നയമല്ല ഹനുമാൻ എടുത്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോ ചിലരെ നേരിടേണ്ട പോലെ ആയിരിക്കില്ല മറ്റു ചിലരെ നമുക്ക് നേരിടേണ്ടത്. അവിടെ ഉപയോഗിക്കുന്ന ബുദ്ധി ആകരുത് മറ്റു ചിലടത്ത്. അവര് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാമായണത്തിനെ വായിച്ചാൽ അത്യന്തം മനോഹരമായിട്ട്, ഇപ്പോ ഈ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് രാമായണത്തിനെ മുഴുവനും വിശദമാക്കി പറഞ്ഞു തരാൻ സാധിപ്പിച്ച മഹാ ശ്രീരാമ രാമ 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 ശ്രീരാമ ഭദ്രാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ രാമായണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളാകുന്ന ഈ ജീവൻ, നമ്മള് ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൊക്കെ ചെന്ന് നമ്മളൊന്ന് ഇരുന്നു കൊടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ നമുക്ക് നടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സത്സംഗത്തിൽ ചെന്ന് ഇരിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഒരു ശില്പി ഒരു കല്ലിൽ നിന്നും വേണ്ടാത്തതൊക്കെ കൊത്തിക്കളഞ്ഞ് ഒരു വിഗ്രഹമായിട്ട് രൂപം വരും ഇല്ലേ? ആ വിഗ്രഹത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഉള്ളിലും
അയോഗ്യ പുരുഷൻ ഇല്ല, അയോഗ്യരായ ഒരു പുരുഷന്മാരും ഇല്ല, സ്ത്രീകളും ഇല്ല. പുരുഷൻ എന്ന് പറഞ്ഞാല് ജീവൻ, ഈ ആത്മാവ്, ജീവാത്മാവ് ഇരിക്കുന്ന ശരീരമാണ് പുരുഷൻ. ശരീരമുള്ളവരൊക്കെ പുരുഷന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള യോഗ്യരായ പുരുഷന്മാരാണെങ്കിലും നമ്മൾ വന്ന് ഈ സത്സംഗത്തിൽ ഇരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ശില്പി നമ്മളിൽ നിന്ന് വേണ്ടാത്ത അതൊക്കെ നമ്മൾ കൊത്തിക്കളയുന്നത് പോലെ കൊത്തിക്കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്ന് കൊടുക്കണം. ഗുരു അതാണ് പറഞ്ഞത്. എന്താണ്? നമ്മള് ഈ നമ്മളുടെ ഈ മൂർത്തി കൊണ്ടുപോയിട്ട് എവിടെ കൊടുക്കണം എന്നാ പറയണത്? ഉണരണം ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായത് നിന്ന് അയോഗ്യനെന്നാൽ പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം. നമ്മുടെ മൂർത്തിയെ അവിടെ കൊണ്ട് ഈ മുനിജന സേവയിൽ കൊണ്ട് നിർത്തിക്കൊടുത്താലേ നമ്മളിൽ നിന്ന് വേണ്ടാത്തതൊക്കെ കൊത്തിക്കളഞ്ഞ് നമ്മളിൽ നിന്ന് നല്ലൊരു വ്യക്തിത്വം, മറ്റുള്ളവർക്കൊക്കെ ആരാധിക്കാൻ തോന്നുന്ന, നമ്മളെ കണ്ടാൽ ആരാധിക്കാൻ തോന്നുന്ന വ്യക്തിത്വമായിട്ട് നമുക്ക് എല്ലാവർക്കും വളരാൻ സാധിക്കട്ടെ, ആവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൃപ്പാദങ്ങളിൽ ഈ വാക്കുകൾ പ്രിയ ഗുരുനാഥന്റെ പാതാരവിന്ദങ്ങളിൽ സ്മരിച്ചുകൊണ്ടിട്ട് തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഏതായാലും രാമായണത്തിൻ്റെ കഥാപാത്രങ്ങളെയെല്ലാം ഇവിടെ പ്രതിപാദിച്ച സുധാ ടീച്ചർക്ക് SNDP യോഗത്തിൻ്റെ പേരിൽ SNBC യോഗത്തിനൊരു നന്ദി അറിയിച്ചുകൊള്ളു. വിശുദ്ധ കന്യക്ക് വിശുദ്ധ കന്യ റെഡിയാണ്. എല്ലാവരെയും വിശുദ്ധ കന്യ ആസ്വദിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നാളത്തെ പരിപാടി നാളത്തെ പ്രഭാഷണം നടത്തുന്നത് ശ്രീ കൃഷ്ണകുമാർ കാട്ടുനിലത്ത്. നാളത്തെ പരിപാടി നടത്തുന്നത് ശ്രീ കൃഷ്ണകുമാർ കാട്ടുനിലത്ത്. വാനരരിൽ നിന്ന് ജയന്തിലേക്ക് എന്ന വിഷയമായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. നന്ദി. എല്ലാ